മേഘധ്വനി. ജയപാല, നിനക്ക് പോകാറായില്ലേ ഓഫീസിലേക്ക്? ആവുന്നു അച്ഛാ. അച്ഛാ, സതീഷ് അവിടെ? ആ മുറിയിൽ കാണും മോനെ. സതീഷ്, അല്ല സതീഷ്. എന്താ വല്യേട്ടാ? കണ്ടോ അച്ഛാ? എടി കഴുത, അനുജനെ വിളിച്ച അനുജത്തിയാണോ? വിളിച്ചത് ഇൻസ്പെക്ടർ അദ്ദേഹല്ലേ, പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു. അങ്ങനെ ആളൊരു ഫോർവേഡ് ടൈപ്പല്ലേ ചേട്ടാ, അതുകൊണ്ടാണ് ഈ കുതിപ്പ്. ആര് വിളിച്ചാലും ഓടി കിട്ടെത്തും. ഇനി പെണ്ണെ, ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഓടി വരുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ വേറെ വല്ലവരും വിളിച്ചാൽ കൂടെ ഓടി പോവാതിരുന്നാ മതി. കേട്ടോ അച്ഛാ പറയുന്നത്? അവര് പറയട്ടെ മക്കളെ, എന്റെ ചേട്ടന്മാരല്ലേ. ഓ, അപ്പൊ അച്ഛനെ ഇവരുടെ കൂടെയാണോ? ചേട്ടൻ എന്താ വിളിച്ചത്? ആ സതീഷേ, നിനക്ക് കോളേജിൽ അടയ്ക്കാനുള്ള പണത്തിന്റെ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി മാറിക്കൊള്ളു. ഇത് ഞാൻ ചോദിച്ചതിലും കൂടുതലുണ്ടല്ലോ. ഇരിക്കട്ടതാ, ബാക്കി പോക്കറ്റ് മണി. അത് കൊള്ളാം. അല്ല വല്യേട്ടാ, ഈ പഠിക്കാൻ പോകുന്നവനെന്തിനാ പോക്കറ്റ് മണി? പണം കയ്യിലുണ്ടായാലേ സ്വഭാവം ചീത്തയാവും. ഇമാരി വർത്താനം പറയുമ്പോഴാണ് എന്റെ സ്വഭാവം ശരിക്കും ചീത്തയാവാ. അല്ല, അവള് പറയുന്നതും കാര്യമില്ലടാ. നിനക്കെന്തിനാ ഇപ്പൊ ഒരു എക്സ്ട്രാ പോക്കറ്റ് മണി? ചേട്ടാ, അടുത്ത ആള് ഭക്ഷണം, കാപ്പി എല്ലാം ഹോസ്റ്റലിൽ നിന്ന്. നീയാണെങ്കിൽ പുകവലിക്കില്ല, മദ്യപിക്കില്ല, പിന്നെ എന്തിനാടാ നിനക്ക് ഒരു എക്സ്ട്രാ പോക്കറ്റ് മണി? സിനിമയാണെങ്കിലോ ആഴ്ചയിൽ 5-6 എണ്ണത്തിൽ കൂടുതലും കാണില്ല. അവള് കയ്യേ പെടും. സതീഷ്, അവളൊരു സത്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ചേട്ടാ, എടി നിന്റെ നാവ് ഞാൻ അരിഞ്ഞ് ഉപ്പിലിടുട്ടാ. ഉപ്പിലിട്ടതേ വേറെ റെഡിയാക്കിയിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. ഇതിന്റെ നാവ്. സതീഷ്, നീ പോയി ആ ചെക്ക് മാറി. ആ ശരി ചേട്ടാ. എടാ, വലിയേട്ടൻ കണക്ക് പറയാന്ന് വിചാരിക്കരുത്. നിനക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നീ പഠിച്ച് മിടുക്കനായി ഡോക്ടറായിട്ട് വരുമ്പോ ദേ ഞങ്ങൾ ഈ മൂന്നിനെയും നീ മൈൻഡ് ചെയ്യുമോ? മൈൻഡ് ചെയ്യുമോന്നോ? മൈൻഡ് ചെയ്യാൻ ഇടവരല്ലേ എന്നാണ് എന്റെ ആഗ്രഹം. എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നന്ദികേടേ ഇപ്പോഴേ തുടങ്ങിയോ? എന്റെ പൊന്നച്ഛ, ഒരു ഡോക്ടർ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുക ആരെയാ? സ്വന്തം രോഗികളെയല്ലേ. അത് ശരിയാ. നിങ്ങൾ ആരും രോഗികളാവരുത്, അതാണ് എന്റെ പ്രാർത്ഥന. എന്റെ പ്രാർത്ഥന നിങ്ങളൊക്കെ നല്ല നിലയിലാവണമെന്ന. ഇവളുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് അല്പം വിഷമം. വയസ്സ് 10-25 ആയില്ലേ? ഇവിടെ ആരെങ്കിലും പിടിച്ച് ഏൽപ്പിക്കണ്ടടാ നമുക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ? കേട്ടോ വല്യേട്ടാ, വലിയ ഇൻസ്പെക്ടർ അല്ലേ, പോയി കുറച്ച് സ്വർണ്ണൊക്കെ പിടിക്കേ. അച്ഛന്റെ കയ്യിലേ കെട്ടിക്കാൻ കാശില്ലാന്ന്. കേട്ടോടാ, വല്ല സ്വർണ്ണ ബിസ്ക്കറ്റ് പിടിക്കാൻ നോക്കിക്കോ, കുഴപ്പമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് മറ്റു ചിലരെ പോലെ സമ്പാദിക്കാനായിരുന്നില്ല. ഉണ്ടായിരുന്നത് കുറെ നഷ്ടപ്പെടുത്തിയതല്ലാതെ ഒന്നും നേടിയില്ല. പക്ഷേ നിങ്ങളാണ് എൻ്റെ നേട്ടം, എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം. ഇങ്ങനെ പറഞ്ഞിരുന്നാലേ അച്ഛന്റെ മോള് എടുക്കാത്ത നാണയം പോലെ ഇവിടെ തന്നെ നിൽക്കും. ആ, ഇതാരോ വരുന്നുണ്ടല്ലോ അച്ഛാ. ആരത്? ഓ, ജയപാലിനെ കാണാനാവും. ചെക്ക് വാങ്ങിട്ട് വരാം. ശരിയടാ.
ആരത്? അനന്തനോ? എത്ര നാളായിടാ കണ്ടിട്ട്. ഞാനും. നീ ഇവിടെ വലിയ ഉദ്യോഗസ്ഥരായി വന്നത് ഞാൻ അറിഞ്ഞില്ല. ഒരു ജയപാൽ എന്ന് കേട്ടതല്ലാതെ അത് നീയാണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. ഞാൻ CBI-യിലായിരുന്നടാ. ഇപ്പൊ കേരളത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. മയക്കുമരുന്നും സ്വർണ്ണക്കടത്തും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിന്റെ ചീഫാണ്. ഡയറക്റ്റ് സെലക്ഷൻ ആയിരുന്നു. 1 മാസമായി വന്ന് ചാർജ് എടുത്തു. കൺഗ്രാചുലേഷൻ. താങ്ക് യു. പഠിക്കാൻ നീ പണ്ടേ മിടുക്കനായിരുന്നു എന്നല്ലാതെ ഇതുപോലൊരു അഡ്വഞ്ചറസ് പ്രൊഫഷൻ സ്വീകരിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ പഠിക്കാൻ പണ്ടേ പിറകോട്ടായിരുന്നെങ്കിലും ഈ അഡ്വഞ്ചറൈസിൽ മുൻപന്തിയിലായിരുന്നല്ലോ. അല്ലടാ, ആ സാഹസമൊക്കെ ഇപ്പോഴും ഉണ്ടോടാ കയ്യിൽ? അത് ബിസിനസ്സിലേക്ക് തിരിച്ച്. ബിസിനസ്സോ? എന്ത് ബിസിനസ്? ഈ റോൾഡ് ഗോൾഡ് ഓർണമെന്റ്സ് ഇല്ലേ, അവ പണിയിപ്പിച്ച് ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യും. ഓ, റോൾഡ് ഗോൾഡ്. എടാ, ഇതിനിടയിൽ കൂടി നീ ഗോൾഡ് റോൾ ചെയ്യില്ലേ? ആ പരിപാടിയൊന്നുമില്ല. നിനക്ക് ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. അല്ലടാ അനന്ത, നീ ഇപ്പോൾ വന്നത് ആ പഴയ ക്ലാസ്മേറ്റിനെ കാണാനോ അതോ പുതിയ ഇൻസ്പെക്ടറെ കാണാനോ? ഇത് രണ്ടും കൂടിയ ജയപാലിനെ കാണാൻ. മുഖ്യമായും വന്നത് ഒരു അഭിനന്ദനം അറിയിക്കാനും കൂടിയാ. ഇന്നലെ ഒരു മയക്കുമരുന്ന് കേസ് പിടിച്ചെന്ന് കേട്ടല്ലോ. ഒരു ചെറിയ കേസ്. കേസ് ചെറുതാണെങ്കിലും അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അറിയാം. ആട്ടെ, കോളേജ് ക്യാമ്പസിൽ നിന്നാണോ പിടിച്ചത്? അല്ലടാ, അവൻ ബൈക്കിൽ പോവുകയായിരുന്നു. പിന്തുടർന്ന് പിടിച്ചു. കോളേജ് ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഒരു റാക്കറ്റ് ഉണ്ട്. അതിൽപ്പെട്ടവനാ. പേര് മുരളി എന്ന്. ഓഹോ, മയക്കുമരുന്ന് മൂലം ഇന്നത്തെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും അതിനടിമപ്പെട്ട് കഴിയുന്നു. എത്ര വലിയ വിപത്താ നമ്മുടെ സമൂഹത്തിന് വന്നുവിട്ടിരിക്കുന്നത്. നീ പറയുന്നത് ശരിയാണ്. പക്ഷേ കർക്കശമായ നിലപാടുകളും വിപുലമായ സന്നാഹങ്ങളും ഇല്ലാതെ ഇത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ സാധിക്കില്ല. എന്തായാലും അവനെ അകത്താക്കിയത് നന്നായി. ശരിക്കും ഒന്ന് ചോദ്യം ചെയ്താൽ പല രഹസ്യങ്ങളും പിടികിട്ടും. എടാ, ഇപ്പോ തന്നെ ചോദ്യം ചെയ്ത് അവനൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഓ, സമയം പോയത് അറിഞ്ഞില്ല. നീ ഫ്രീ ആവുമ്പോ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. നമുക്ക് പണ്ടത്തെ പോലെ ഒന്ന് അടിച്ചു പൊളിച്ച് കൂടണം. ഓക്കേടാ, ഞാൻ വിളിക്കാടാ. ഓക്കെ ഓക്കെ. അല്ല ആനന്ദ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുടാ. എന്ത്? അല്ലടാ, നിന്റെ കുടുംബമൊക്കെ ബിസിനസിന്റെ തിരക്കിൽ പെണ്ണ് കിട്ടാനൊക്കെ മറന്നടാ. ഓ, വലിയൊരു ബംഗ്ലാവ് ഉണ്ട്, കുറെ വാഹനങ്ങളും. അവിടെ ഒറ്റയാനായി കഴിയുന്നു. ഇത് എന്റെ അച്ഛൻ രവി കൈമൾ. നമസ്കാരം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാ. അഭിമാനിക്കത്തക്ക പാരമ്പര്യമാണല്ലോടാ. പരിചയപ്പെട്ടതിൽ സന്തോഷം. അച്ഛാ, ഇതെന്റെ ആത്മസുഹൃത്ത് അനന്തൻ. ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ചാ പഠിച്ചത്. മാത്രമല്ല ഒരേ ഹോസ്റ്റലിൽ ഒരേ റൂമിലായിരുന്നു താമസം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ ജീവ. ശരി. ജയപാല, അച്ഛാ, പഠിക്കുന്ന കാലത്ത് മഹാവികൃതിയായി. ഇപ്പോൾ എന്തോ ഇവിടെ ബിസിനസ്സോ മറ്റോ ആണെന്നാണ് പറഞ്ഞത്. പരിചയവും സ്നേഹവും ഒക്കെ കൊള്ളാം. പക്ഷേ അതൊന്നും നിന്റെ കർത്തവ്യ നിർവഹണത്തിന് തടസ്സമാവരുത്. സൂക്ഷിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ആരാത്? ആരാ? सीताराम सीताराम भज प्यारे तू सीताराम सीताराम
അതെ, എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. ഔ, എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്? കുറഞ്ഞത് 20 വർഷമെങ്കിലും ആയി കാണും. ഔ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൈമളെ? ആ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത 2 സേനാനികൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒരുമിച്ച് ജയിലിൽ കിടന്ന സമരഭടന്മാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇരിക്ക് തമ്പിയാരെ, ഇരിക്ക്. ആ, മോളെ സിദ്ധു, എന്താ അച്ഛാ? ആരാ വന്നിരിക്കുന്നത് കേട്ടോ? ഇതാ എന്റെ കൈ നമ്പ്യാര് വന്നിരിക്കുന്നു, എന്റെ കൂട്ടുകാരൻ. വളരെ കാലങ്ങൾക്ക് ശേഷം വരിക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്പ്യാരെ, പറയേ. ഇപ്പോൾ ഇവിടെയാണോ? ആ, മകൻ ഇവിടെയാണ് ഉദ്യോഗം. പേര് ജയപാൽ. എന്താ വരാൻ പ്രത്യേകിച്ച്? ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണോ? അല്ല, എന്റെ മകൻ ജയിലിലാണ്. എന്തിന്? അവനെ പിടിച്ചുകൊണ്ടുപോയത് നിന്റെ മകനാ. എന്താവശ്യത്തിന് പിടിച്ചു? ഒരു മയക്കുമരുന്നിന്റെ പേര് പറഞ്ഞിട്ടാണ് അവർ എന്റെ മുരളിയെ പിടിച്ചിരിക്കുന്നത്. മയക്കുമരുന്നോ? നിന്റെ മോനോ? എന്റെ മകനെ ചെയ്യില്ല. അവനത് ചെയ്യാൻ കഴിയില്ല കൈമളെ. അവനെ ഒന്ന് രക്ഷിക്കൂ. അവൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. ഇല്ല ഇല്ല, ഒരിക്കലും അവനത് ചെയ്യില്ല. ജയപാല, നമ്പ്യാര് പറയുന്നതും നിസ്സാരമായി തള്ളണ്ട. അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അവന്റെ ബൈക്കിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചത്. ഇല്ല, ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ചുമതല എനിക്കില്ല. മോനെ ജയപാല, അങ്ങനെ വിളിക്കുന്നത് നീ എന്നോട് ക്ഷമിക്കണം. ഞാനും നിന്റെ അച്ഛനും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുമിച്ച് പങ്കെടുത്തവരാ, ഒരുമിച്ച് ജയിലിൽ കിടന്നവരാ. ഞാനും നിന്റെ അച്ഛനും ഒരിക്കലും നുണ പറയില്ല. എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും നുണ പറയില്ല. പക്ഷേ മകൻ ഞങ്ങളോട് നുണ പറഞ്ഞു, സത്യം മറച്ചു വെച്ചു. ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിച്ചില്ല. അവസാനം സമ്മതിച്ചു. നിങ്ങൾ അവനെ തല്ലി സമ്മതിപ്പിച്ചതാവൂ, മർദ്ദിച്ച് അവശനാക്കി അവനെ കൊണ്ട് നിങ്ങൾ മൂളിപ്പിച്ചതാവൂ. സത്യം പറയാൻ വേണ്ട അവസരം കൊടുത്തു, തിരിച്ചും മറിച്ചും ചോദിച്ചു, പക്ഷേ പറഞ്ഞില്ല. അവസാനം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞു. ഇടികൊണ്ട് തകർന്നപ്പോ, വേദന കൊണ്ട് തളർന്നപ്പോ സഹിക്ക വയ്യാതെ, അല്ലാതെ എന്റെ മോൻ സമ്മതിക്കില്ല. ശുദ്ധഗതി കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇന്നത്തെ യുവതലമുറയുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. അരങ്ങത്തെ മകനാവില്ല, അണിയറയിലെ മകൻ. മുരളി നിങ്ങൾക്ക് സ്വന്തം മകനായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അവൻ കുറ്റവാളിയാണ്. മകൻ MA ബിരുദധാരിയാണെങ്കിലും ഇതുവരെ തൊഴിലൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? എന്നിട്ട് അവസാനം കണ്ടുപിടിച്ച തൊഴില് കൊള്ളാം. കൈമളെ, ഒന്ന് പറയൂ, എന്റെ മോനെ രക്ഷിക്കും. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാ? ഈ മയക്കുമരുന്ന് കേസിലൊക്കെ ഞാനെങ്ങനെ ഇടപെടും? പണ്ട് ഞാൻ ജയിലിൽ കിടന്നപ്പോ നിനക്ക് വേണ്ടി എത്ര ലാത്തിയടിയും ഞാൻ ഏറ്റുവാങ്ങി. നിനക്ക് നീതി കിട്ടാൻ വേണ്ടി ജയിലിൽ ഞാൻ നിരാഹാരം കെടുന്നില്ലേ? നീ ഇപ്പോൾ എനിക്ക് വേണ്ടി എന്താ ഒന്നും മിണ്ടാത്ത? എന്താ ഒന്ന് പറയൂ കൈമളെ. എനിക്കുള്ള ഒരേ ഒരു മകനാണ് മുരളി. അവനെ രക്ഷപ്പെടുത്താൻ പറയൂ കൈമളെ. എന്താ ഒന്നും മിണ്ടാനില്ല. ഇപ്പോൾ നീയും നിന്റെ മോന്റെ ഭാഗത്താണല്ലേ? അല്ല, എന്റെ മകൻ
എന്റെ മകനും ചെയ്യില്ല. ഇത് സത്യമാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കും. നമ്പ്യാരെ അരുത്. ഒരു പക്ഷെ ഇത് നമ്മളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാകും. അരുത് നമ്പ്യാർ, അരുത്, ചെയ്യരുത്. കൈമളെ, ഞാൻ പോകുന്നു. നമ്പ്യാരെ ഞാൻ പോകുന്നു. എന്തൊരു ശുദ്ധാത്മാവാണ് അദ്ദേഹം. മകൻ അദ്ദേഹത്തിന്റെ മുന്നിൽ കളവ് പറഞ്ഞു. പാവം, അത് വിശ്വസിച്ചു. ജയബാല, ആ പോയത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്നെ പോലെ തന്നെ സത്യവാനും ആദർശവാനുമാണ് അയാൾ. പക്ഷെ മകൻ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ നീ ചെയ്തു കൊടുക്കുക അവനെ. സ്നേഹവും പരിചയവും ഒക്കെ കൊള്ളാം, പക്ഷേ അത് കർത്തവ്യ നിർവഹണത്തിന് തടസ്സമാവരുത്. ഇത് അച്ഛൻ പറഞ്ഞിട്ട് നിമിഷങ്ങളെ ആയുള്ളൂ. നമ്പ്യാരുടെ ദുഃഖവും വേദനയും കണ്ടില്ലേ നീ? എനിക്കത് അറിയേണ്ട കാര്യമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു തീരട്ടെ. ഇത് സത്യമല്ലെങ്കിൽ ഇതിന്റെ ശാപം നിനക്കുള്ളതാ, നിനക്ക് മാത്രം. അച്ഛാ, തെളിഞ്ഞു കഴിഞ്ഞ സത്യത്തിന് മുന്നിൽ പിന്നെ ശാപത്തിന് എന്താണ് വില? തല്ലി തെളിയിച്ച സത്യമല്ലേ അത്? എടാ, ലോകത്തിൽ ഏതെങ്കിലും വിലയില്ലാത്ത സത്യമുണ്ടെങ്കിൽ അത് ലോക്കപ്പ് മുറിയിലെ സത്യമാണ്. ബ്രിട്ടീഷ് പോലീസിന്റെ ഇടിയെത്ര കൊണ്ടതാ ഞാനും ആ നമ്പ്യാരും. തോക്കും ബൈനറ്റും ലാത്തിയും പുല്ലുപോലെ കണക്കാക്കി സ്വാതന്ത്ര്യ സമരത്തിൽ ചോര ചിന്തിയത്. നല്ലൊരു ഭരണം ഭാവിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെ പ്രതീക്ഷിച്ച ഞാൻ എന്ത് വീട്ടിയാണ്. ഇന്നിപ്പോൾ ആ സമരഭടന്മാരുടെ 2 മക്കൾ, ഒരുവൻ അടിയേറ്റവനും മറ്റവൻ അടിച്ചവനുമായി മാറിയിരിക്കുന്നു. ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരും അച്ഛാ. പാടില്ല. മർദ്ദിക്കാൻ നിയമമുണ്ടോ നിങ്ങൾക്ക്? നിയമം മാത്രം നോക്കിയിരുന്നാൽ കുറ്റം തെളിയുമോ അച്ഛാ? തെളിയിക്കണം. അതാണ് മിടുക്കും സാമർഥ്യവും. അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത് കുറ്റവാളിയെ പിടികൂടി ചായ വാങ്ങിക്കൊടുത്ത് പുറത്ത് തലോടി നല്ല വാക്ക് പറഞ്ഞാൽ കുറ്റം തെളിയുമെന്നാണല്ലേ? ദണ്ഡനമുറയില്ലാതെ ശാസ്ത്രീയമായി കുറ്റം തെളിയിക്കണം. ബ്രിട്ടീഷുകാർ അങ്ങനെയാണോ നിങ്ങളോട്? എടാ, ബ്രിട്ടീഷുകാർ കാട്ടാളന്മാരും കാട്ടുമൃഗങ്ങളുമായിരുന്നു. അതുപോലെയാവണോ നിങ്ങൾ? അതുപോലെയാവണോ ഇവിടുത്തെ പോലീസ് വർഗം? എന്റെ മകൻ ഒരു പോലീസ് ഓഫീസർ ആയപ്പോ ഞാൻ അഭിമാനം കൊണ്ടു. നിന്റെ ഓഫീസിലെ ഓഫീസർമാർക്ക് നീ ഒരു മാതൃകയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മാതൃകയാവണം. പക്ഷേ ഞാൻ ധർമ്മത്തിൽ നിന്നും സത്യത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ മാത്രം അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. കേട്ടല്ലോ? ജയപാല, ഒന്ന് നിന്നെ അടുത്തു വാ. ഉപദേശമാണെന്ന് കൂട്ടിക്കോ. നീ ആദ്യം തന്നെ ഒരു പോലീസ് ഇൻസ്പെക്ടറാണെന്ന് തള്ളിച്ച നീ നിർത്ത്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ നീ. അധികാരം ദുർവിനിയോഗം ചെയ്ത് പലരും പലതും നേടിയിട്ടുണ്ടാകാം. അവരാരും ഇന്ത്യ രാജ്യത്തിന് മാതൃകളായിരുന്നിട്ടില്ല. ഈ സത്യം എൻ്റെ മോന്റെ ഓർമ്മയിൽ എപ്പോഴും ഇരുന്നോട്ടെ. അച്ഛാ, മിണ്ടരുത്.
അച്ഛാ ഉറങ്ങായിരുന്നു അതുവരെ? ഉറങ്ങിപ്പോയി. ഊണ് കഴിക്കാറായോ അച്ഛാ? സമയം നേരെ ആയോ? പിള്ളേര് വരട്ടെ. കുഞ്ഞേട്ടൻ ചെക്ക് മാറാൻ പോയിട്ട് കുറെ നേരമായല്ലോ. ആയോ? ആ അതാ വരുന്നുണ്ട് അച്ഛാ. ഈ നേരം വരെ നീ എന്തെടുക്കായിരുന്നു മോനെ? ചെക്ക് മാറിയോ? ആ മാറി അച്ഛാ. ആ ബാംഗ്ലൂർക്ക് പുറപ്പെടുകയല്ലേ, ആ ചില ഫ്രണ്ട്സിന്റെ അടുത്ത് യാത്ര പറയാനുണ്ടായിരുന്നു, യാത്ര അതുകൊണ്ടാണ് പറച്ചിലൊക്കെ വൈകിയത്. കഴിഞ്ഞോ? നിന്റെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞു അല്ലേ? എന്റെ കഴിഞ്ഞു. അല്ല, നിന്റെ ഇവിടത്തെ ഒരുക്കങ്ങളൊക്കെ തീർന്നോ? എന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇവളുടെ ഒരുക്കങ്ങളൊന്നും മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഇവള് പോരുന്നില്ലല്ലോ. അതിനെ പോകുന്നവർക്കുള്ള ഒരുക്കപ്പാടുകളൊക്കെ എന്റെ തലയിലല്ലേ. എന്റെ അച്ഛ ഭയങ്കര ഒരുക്കങ്ങളല്ലേ. അച്ചാറ്, കായ വറുത്തത്, ഉപ്പിലിട്ടത്. ആ പറയാനേ നല്ല സുഖ. പണിയെടുക്കാൻ മാത്രം ഇവിടെ ആരുമില്ല. നിനക്ക് വേറെ ഇവിടെ എന്താ പണി? BA കഴിഞ്ഞ് വെറുതെ നിക്കല്ലേ? ആ ഇവിടെ മുട്ടന്മാര് പോലെ 2 ആണുങ്ങളുണ്ട്, ഒരു സഹായം എനിക്കില്ല. അച്ഛാ നമ്മള് രണ്ടുപേരും. മോളെ, എന്നെയും കൂടി ഉദ്ദേശിച്ചാണോ? ഈ അച്ചാറിന് ഞാൻ നാരങ്ങ അരിഞ്ഞു തന്നില്ലേ? വെളുത്തുള്ളി തൊലി പൊളിച്ച് കളഞ്ഞില്ലേ? അച്ഛനെ ഞാൻ പെടുത്തിയിട്ടില്ല. ഓ അപ്പോ ഞാനും ഇൻസ്പെക്ടർ മുട്ടനും അച്ഛനെ ഒഴിവാക്കിയിരിക്കുക. എടി പെണ്ണെ, ഞാൻ ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പേരി കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയോ? അവിടെ ചെന്നിട്ടേ ഫുഡ് അടിച്ച് കയറ്റാൻ, അല്ലാണ്ട് എന്തിനാ? അല്ല, ഞാൻ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ സപ്ലൈ ചെയ്യും. കഴിച്ചു കഴിയുമ്പോൾ അവർ എന്നോട് ചോദിക്കും, എടാ ഇതാരാണ് ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയും, ഇതെല്ലാം ഉണ്ടാക്കിയത് എന്റെ കൊച്ചു പെങ്ങൾ സിന്ധുക്കുട്ടിയാണെന്ന്. ഓ പിന്നെ വലിയ കാര്യായി പോയി. എന്താ കാര്യമില്ലേ? എന്റെ അച്ഛ അവരൊക്കെ നാളത്തെ ഡോക്ടർമാരാ. ആർക്കെങ്കിലും തോന്നിയാലോ ഇവളെ കെട്ടിക്കൊണ്ടു പോകാൻ? പിന്നെ അച്ചാറും കായവറുത്തും ഒക്കെ തിന്നിട്ടല്ലേ പെണ്ണ് കെട്ടാൻ വരണത്. അങ്ങനെ ഇപ്പൊ എന്നെ കെട്ടിക്കൊണ്ടു പോകണ്ട. എന്നാ നീ കെട്ടാമങ്കയായിട്ട് ഇവിടെ തന്നെ നിന്നോ. അങ്ങനെ പറഞ്ഞാലും ഒക്കുമോടാ. ഏതെങ്കിലും നല്ല വിവാഹം വന്നാ അവിടുന്ന് നടത്തി കൊടുക്കണ്ടേ നമുക്ക്? വേണ്ട അച്ഛാ, അവളവിടെ നിക്കട്ടെ. ഇവളെ കെട്ടിച്ച് വിട്ട ഈ കുടുംബത്തെ പിന്നെ ആരാ? അത് കാര്യം. ഇവിടെ ആരും ഇല്ലാതാവില്ലേ? എടി ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്ത് കുഞ്ഞേട്ടാ? ഒരു കാര്യം ചോദിക്കാനാ, ഇങ്ങോട്ട് നീങ്ങി നിക്ക്. അതെ, നിന്റെ മനസ്സില് ഇഷ്ടപ്പെട്ട വല്ലവരും ഉണ്ടോ? കേട്ടോ അച്ഛാ ചോദിക്കുന്നത്? അല്ലച്ചാ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായില്ലേ? ഇവൾക്ക് ചെക്കനെ അന്വേഷിച്ച് നാട് മുഴുവൻ അലയണ്ട. ചേട്ടനാണെങ്കിൽ പണം ഉണ്ടാക്കാൻ സ്വർണ്ണ ബിസ്ക്കറ്റും പിടിക്കാൻ പോകണ്ട. പറയടി, നീ എന്തൊന്നും മിണ്ടാത്ത? പിന്നെ എനിക്ക് ചെക്കന്മാരെ അന്വേഷിച്ച് നടക്കലല്ലോ പണി. അല്ല, കോളേജ് പഠിപ്പിനിടയിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവളോട് പറഞ്ഞു ജയിക്കാനൊന്നും നീ നോക്കണ്ട. ഞാനേ കോളേജിൽ പോയത് പഠിക്കാനാ, അല്ലാണ്ട് ചെക്കന്മാരെ കണ്ടുപിടിക്കാനല്ല. കേട്ടില്ലേ? കുഞ്ഞേട്ടൻ ഇങ്ങോട്ട് വന്നേ. അതെ, ആ മെഡിക്കൽ കോളേജിൽ പോയിട്ടേ കുഴപ്പമൊന്നും ഒപ്പിക്കാണ്ടിരുന്നാ മതി. എന്റെ അച്ഛാ, ഇവളെ കെട്ടിക്കൊണ്ടു പോകുന്നൊന്ന് ചുറ്റും. നന്നാവൂളടാ, അവള് പിടിക്കുക. ശരി. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ ഓ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സിന്ധു? വായോ. എന്തോ ഒരു ചിറ്റിക്കളി. ഒന്ന് കണ്ണടച്ചേ. കണ്ണടക്കി? എന്തിന്? കണ്ണടക്കി. ശരി. കൈ നീട്ടിയേ. കൈ നീട്ടണോ? 2 കൈ നീട്ട്. ഓ, ഇനി കണ്ണു തുറന്നു. എന്തത്? ഇതേ 5000 രൂപയുണ്ട് എന്റെ വക പോക്കറ്റ് മണിക്ക്. ഇത് എവിടെന്ന്? വലിയേട്ടൻ എനിക്ക് ഇടയ്ക്ക് 50ഉം 100ഒക്കെ വെച്ച് തരുന്നത് കൂട്ടി വെച്ചുണ്ടാക്കിയതാ. ഇത് വേണ്ട മോളെ, നീ തന്നെ കയ്യിൽ വെച്ചോ. കുഞ്ഞേട്ടൻ വെച്ചോ. പണം കയ്യിലുണ്ടായാൽ സ്വഭാവം ചീത്തയാവില്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ കുഞ്ഞേട്ടാ. ശരിക്കും? അപ്പൊ അത് വെക്കാം. ആ ശരി. അച്ഛാ, ആ അച്ഛൻ
അച്ഛനൊരു സന്തോഷ വാർത്ത. എന്താ? മുരളിയെ മോചിപ്പിച്ചു. ആ, ഞാൻ പറഞ്ഞത് കൊണ്ടാണോ അതോ എന്റെ കൂട്ടുകാരന്റെ മകനായതുകൊണ്ടാണോ? ഇത് രണ്ടുകൊണ്ടുമല്ല. അല്ലേ? മുരളി കുറ്റവാളിയല്ലാത്തത് കൊണ്ട്. കുറ്റവാളിയല്ലേ? അല്ല, യഥാർത്ഥ കുറ്റവാളി വേറൊരാളായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ മുരളി ചില സൂചനകൾ തന്നു. ആ സൂചന വെച്ച് ഞങ്ങൾ അന്വേഷണം നീക്കി യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കുകയും ചെയ്തു. ശരിക്കും മുരളിയെ അവർ ട്രാപ്പിൽ വീഴ്ത്തുകയായിരുന്നു അച്ഛാ. ഇപ്പോ നിന്റെ തെളിഞ്ഞ സത്യം എവിടെ? മുരളി കുറ്റം സമ്മതിച്ചത് എങ്ങനെ? അച്ഛാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനതിൽ ഖേദിക്കുന്നു. മോനെ ജയപാല, നീ എത്ര ശുദ്ധനും ആദർശവാനുമായിരുന്നു. ഈ കാക്കി വസ്ത്രത്തിനുള്ളിൽ കയറിയപ്പോ കാട്ടാളന്റെ സ്വഭാവമായി പോയതോടോ നിനക്കിപ്പോ. ഞാനൊന്നും പറയുന്നില്ല. തൊണ്ടി സഹിതം പിടികൂടിയവനെ വെറുതെ വിട്ടെന്ന് കേട്ടല്ലോ. വിട്ടു, അതിന് നിനക്കെന്ത്? ജയപാലിന്റെ ധീരമായ നടപടിയിൽ അഭിനന്ദനം രേഖപ്പെടുത്തിയിട്ട് അതിന്റെ ചൂടാറും മുമ്പ് മറ്റൊരു സൂചന കിട്ടി. അതിന്റെ പിറകെ ഞങ്ങൾ അന്വേഷണം നീക്കി. ജയപാല, നീ നിന്റെ മതിപ്പ് കളഞ്ഞു. മതിപ്പ് കൂടുകയല്ല ചെയ്തത്. യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടിയപ്പോൾ അവൻ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതുവ് ആ മുരളിയും സ്റ്റേറ്റ്മെന്റ് തന്നതല്ലേ? വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ദിസ് കേസ്? അല്ല, നിനക്കൊരു വല്ലാത്ത ഉത്കണ്ഠ. സത്യം പറയാലോ ജയപാൽ, നീ പിടികൂടിയവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. വേണ്ടപ്പെട്ട ആളെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ അനന്ത? അവൻ നിന്റെ ആളാണ്, നിന്റെ ഏജന്റുമാരിൽ ഒരാൾ. മയക്കുമരുന്ന് വിൽപ്പന മേഖലയിൽ മുരളി നിങ്ങൾക്കൊരു തടസ്സമായിരുന്നു. അതുകൊണ്ടല്ലേ മുരളിയെ നിങ്ങൾ ട്രാപ്പിൽ വീഴ്ത്തിയത്? എനിക്കിപ്പോൾ മനസ്സിലായി. നീ അന്വേഷിച്ചു വന്നത് പഴയ സുഹൃത്തിനെയല്ല, നിനക്ക് വേണ്ടത് ഇൻസ്പെക്ടറെയാണ്. ജയപാല, അവനെ വിടണം. ഇതിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകണം. അതിനാ ഞാൻ വന്നത്. അനുകൂലമായ ഒരു തീരുമാനമെടുക്കണം. കേസ് കോടതിയിൽ വരും. കോടതി അതിനൊരു തീരുമാനമെടുക്കും. എനിക്കൊന്നും ചെയ്യാനില്ല. ഉണ്ട്, ജയപാൽ വിചാരിച്ചാൽ എല്ലാം നടക്കും. നോ, ഐ ആം എക്സ്ട്രീംലി സോറി. അനന്തന് പോകാം. ആരാ? എന്തു വേണം? ആര് പറഞ്ഞു അകത്ത് കയറാൻ? വാതിൽ തുറന്നു കിടക്കുന്നു കണ്ടു. കയറി. ബെല്ലടിച്ച് പുറത്ത് കാത്തു നിൽക്കല്ലേ വേണ്ടത്? അങ്ങനെ വേണമെന്ന് തോന്നിയില്ല. ഇത് തന്നെയല്ലേ ഇൻസ്പെക്ടറുടെ വീട്? അതെ. ആ, ഇൻസ്പെക്ടറുടെ അനിയത്തി. ഇൻസ്പെക്ടറുടെ വന്നിട്ടില്ല. വരട്ടെ. വരാൻ വൈകും. കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ബോധിപ്പിക്കാനുണ്ടോ? എനിക്ക് പലതും ബോധിപ്പിക്കാനുണ്ട്. നിങ്ങൾ പോകൂ, ഇവിടെ വേറെ ആരുമില്ല. അങ്ങനെ പറയല്ലേ. ഇവിടെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ കയറി വരുന്ന ആൾക്ക് കൂടുതൽ സൗകര്യമെന്നല്ലേ? അരുത്, ഫോൺ ചെയ്യരുത്. അതിന്റെ ആവശ്യമില്ല. ആവശ്യം ഞാനല്ല തീരുമാനിക്കുന്നത്. ഞാനാണ് പറയുന്നത് ഫോൺ ചെയ്യരുത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? എന്തിനാ നിങ്ങൾ വന്നത്? ആരാ നിങ്ങള്? എന്റെ പേര് മുരളി. രോഗിയാണോ? രോഗിയാക്കി നിന്റെ ചേട്ടൻ മർദ്ദിച്ചവശനാക്കി. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്. ഓ, അത് നിങ്ങളായിരുന്നോ? അച്ഛനും വല്യേട്ടനും ഇതേപ്പറ്റി പറഞ്ഞിരുന്നു. തന്റെ വീരകൃത്യങ്ങളെ കുറിച്ചായിരിക്കും അല്ലേ ഒരു വല്യേട്ടൻ? നിങ്ങളുടെ അച്ഛനും ഇവിടെ വന്നിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഞാൻ അറിയാത്ത കുറ്റം. അതാണ് ഞങ്ങളുടെ ദുഃഖവും. പരിചയം കാണില്ല അല്ലേ? അച്ഛാ, ഇത് മുരളി. ഓഹോ, ആ മോനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ, കാഴ്ചക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ആയേ?
കാഴ്ചക്ക് ഇതിലും ഭംഗിയുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? മകന്റെ സന്മനസ്സുകൊണ്ട് ദാ കണ്ടില്ലേ ഇങ്ങനെയായി. ഓ, ഏതായാലും മോൻ ഈ കസാരയിൽ ഇരിക്കി. വേണ്ട, മകൻ എന്നെ ഒന്ന് ഇരുത്തി, ഇല്ലാത്ത കസേരയിൽ. ഏതായാലും മോനെ വിട്ടല്ലോ. നിരപരാധിയായ എന്നെ കഠിനമായി മർദ്ദിച്ചു, ചുമരിൽ ചാരി നിർത്തി ക്രൂരമായി മർദ്ദിച്ചു. ആരാണ് ഇതിന് ഉത്തരവാദി? ചികിത്സയ്ക്കുള്ള പണം ആര് തരും? ബ്രിട്ടീഷ് പോലീസുകാർ. എന്നെയും നിന്റെ അച്ഛനെയും ഒരുപാട് മർദ്ദിച്ചു. ബൂട്ട്സിട്ട കാലുകൊണ്ട് ഈ നെഞ്ചിൻ കൂട്ടിൽ എത്ര തവണ ചവിട്ടി. ചികിത്സയ്ക്ക് അവർ ഞങ്ങൾക്ക് പണമൊന്നും തന്നില്ല. നിർത്ത്. ഈ വക പൂത്ത പാരമ്പര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. നഷ്ടപരിഹാരത്തിനാണ് നീ വന്നതല്ലേ? മോൻ വിഷമിക്കണ്ട, ആവശ്യമായ പണം ഞാൻ തരാം. നിന്റെ ചികിത്സയ്ക്കുള്ള എല്ലാ പണവും ഞാൻ വഹിച്ചോളാം. എന്താ, നീ എൻ്റെ സ്നേഹിതൻ നമ്പ്യാരുടെ മകനാ. ജയപാല, മുരളി അവന്റെ വിഷമങ്ങൾ പറയുകയായിരുന്നു. ഞാൻ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛാ. ഉണ്ടോ? എന്താ? ചാടി വീഴാൻ പുതിയ വല്ല വകുപ്പുമുണ്ടോ ഇൻസ്പെക്ടർ? മുരളി, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒന്നും മനഃപൂർവ്വമല്ല. അല്ല അല്ല, ഒരിക്കലുമല്ല. ഈ കാണുന്നതൊക്കെ ആകാശത്ത് നിന്ന് പറന്നു വന്ന ഇടികളല്ലേ? ശപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. മയക്കുമരുന്ന് കൈവശം വെക്കുന്നത് ഗുരുതരമായ കുറ്റം. അത് നിന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു. ചോദ്യങ്ങൾക്കെല്ലാം എന്റെയല്ല, എനിക്കറിയില്ല എന്നുള്ള മറുപടികൾ. അതെന്നെ വല്ലാതെ കുപിതനാക്കി. നോക്ക്, 2 വട്ടമേ ഞാൻ നിന്നെ അടിച്ചിട്ടുള്ളൂ. തെറ്റിപ്പോയി, ക്ഷമിക്ക്. മർദ്ദനത്തിന് നിങ്ങൾ തുടക്കം വിട്ടു, മറ്റുള്ളവർ അത് ഏറ്റെടുത്തു. ആ ചെന്നായ്ക്കൾ എന്നെ വലിച്ചു കീറി ഈ പരുവത്തിലാക്കി. മർദ്ദിക്കാൻ നിയമമില്ല, പ്രത്യേകിച്ചും ഞങ്ങളുടെ വകുപ്പിൽ. മുരളി, എന്നോട് ക്ഷമിക്ക്. കഴിഞ്ഞതൊക്കെ പോട്ടെ. എന്താണിത്? എന്താണെന്ന് ഒന്നുമില്ല. പുറത്തെടുക്കാൻ. അപ്പൊ നീ പ്രതികാരത്തിന് വന്നതാണല്ലേ? അല്ല. പിന്നെന്തിനാ ഈ കത്തി? നീ ഇത് പതിവായി കൊണ്ടു നടക്കാറുണ്ടോ? ഇത് ഇന്ന് വാങ്ങിച്ചതേ ഉള്ളൂ. എന്തിന്? ആ ആനന്ദൻ അവൻ എന്നെ നോട്ടമിടും. ഞാൻ പറഞ്ഞിട്ടാണ് അവന്റെ ആളുകളെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ആക്രമണം ഭയപ്പെടണം, അതുകൊണ്ട് ഇത് എന്നും ഞാൻ കൊണ്ടു നടക്കും. ആയുധം കൊണ്ടു നടക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്റെ ആത്മരക്ഷ ഞാൻ നോക്കണ്ടേ? അത് നിയമവിരുദ്ധമല്ല. നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ ഒരു കാര്യം എനിക്ക് കൃത്യമായി അറിയണം. നീ ഈ കത്തിയുമായി ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം ആക്രമിക്കാനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അതിനായിരുന്നെങ്കിൽ ഇത്രയും നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ നിങ്ങളുടെ സഹോദരി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മാനഭംഗപ്പെടുത്താമായിരുന്നു, കുത്തിക്കൊല്ലാമായിരുന്നു. പക്ഷേ എൻ്റെ സംസ്കാരം അതല്ല. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് അതല്ല. മയക്കുമരുന്ന് കേസിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തു. ഇവിടെ വിവിധ കോളേജ് ക്യാമ്പസുകളിൽ ഇടതടവില്ലാതെ കഞ്ചാവും ചരസും ബ്രൗൺ ഷുഗറും കൂടുതൽ വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന് അടിമകളാക്കുന്നു. ഇതൊന്നും നിങ്ങൾ കാണില്ല, കണ്ടാൽ തന്നെ പിടിക്കുകയുമില്ല. എന്റെ മുരളി, എല്ലാം ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന. അത് പ്രാക്ടിക്കലാണ്. എന്തുകൊണ്ട് പ്രാക്ടിക്കൽ ആവില്ല? ഇവിടെ വിദ്യാർത്ഥികളില്ലേ, അധ്യാപകരില്ലേ, അവർക്ക് വിവിധ സംഘടനകളില്ലേ, നിസാര കാര്യത്തിന് പോലും സമരക്കൊടിയുമായി തെരുവിലിറങ്ങുന്നവരല്ലേ അവർ. കോളേജ് ക്യാമ്പസുകളിൽ നിന്നും മയക്കുമരുന്നിനെ ആട്ടിയോടിക്കാൻ അവർ വിചാരിച്ചാൽ നടക്കില്ലേ? അവർക്കതിനൊരു ചുമതലയുമില്ലേ? വിദ്യാർത്ഥി ലോകം നശിക്കുന്നു എന്ന് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി മുറവിളി കൂട്ടുകയല്ല വേണ്ടത്, രംഗത്തിറങ്ങി പ്രവർത്തിക്കണം. എന്താ ഇവിടെ ഒരു പ്രസംഗം പോലെ? അച്ഛാ, ഞങ്ങൾ മയക്കുമരുന്നിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചു വന്നപ്പോ ആവേശം കൂടി പോയി. മുരളി, നീ വന്നിട്ട് നിന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ഇരുന്നില്ലേ? വേണ്ട, ഞാൻ പോവുകയാണ്.
സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ മകന്റെ മഹത്തായ സംഭാവന നിങ്ങളെ കാണിക്കാനാണ്. ഓഹോ മുരളി, ഞാൻ എൻ്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്തില്ല. ഇനിയും ദേഷ്യം തീർന്നിട്ടില്ലെങ്കിൽ മുരളി എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോളൂ. നോക്ക്, ഞാനിപ്പോൾ യൂണിഫോമിലല്ല, അതുകൊണ്ട് ഇൻസ്പെക്ടറെയാണ് മർദ്ദിക്കുന്നതിന് നിയമപ്രശ്നവുമില്ല, അല്ലേ അച്ഛാ? അതെ മുരളി, നിനക്ക് മർദ്ദനമേറ്റതിൽ ന്യായീകരിക്കുകയല്ല, ഞങ്ങൾക്കത് വല്ലാത്ത വിഷമമുണ്ട്. അങ്ങനെ സംഭവിച്ചെങ്കിലും നിന്നെ വെറുതെ വിട്ടില്ലേ? അതിന് ഞാൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അറിയാം, നീ കുറ്റമേറ്റില്ലേ? മർദ്ദനം സഹിക്കാനാവാതെ. അല്ല, ആ കേസ് വെച്ച് അവരത് ചാർജ് ചെയ്തിരുന്നെങ്കിലോ എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. നീ ഓർമ്മയുണ്ടോ നിനക്കത്? ജാമ്യം കിട്ടാത്ത വകുപ്പായിരുന്നു. അതെ, ഞങ്ങൾ ആ ചാർജ് ഷീറ്റ് വെച്ച് പ്രൊസീഡ് ചെയ്തിരുന്നെങ്കിൽ നീ ഇന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ലായിരുന്നു. അതാ കാര്യം. മുരളി, കഴിഞ്ഞതൊക്കെ മറക്കും. ഈ നിമിഷം മുതൽ നീ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഇത് അംഗീകരിക്കുന്നുവെങ്കിൽ നീ എനിക്ക് കൈ തരൂ. അച്ഛാ, എന്താ പറ്റി? അച്ഛാ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാം. എന്താ? ഞാനൊരു പ്രശ്നവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ പ്രശ്നം മോനെ? ഇന്നലെ കാലത്ത് ഞാൻ 10 കോടിയിലേറെ രൂപ വില വരുന്ന മയക്കുമരുന്നും സ്വർണവും പിടിച്ചു. 10 കോടി രൂപയോ? കേസന്വേഷണത്തിൽ അത് അനന്തന്റെയാണെന്ന് മനസ്സിലാക്കി. ഓഹോ, നിന്റെ ക്ലാസ്മേറ്റ് ആള് കൊള്ളാമല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ് പിടിച്ചത് അച്ഛാ. അതെയോ? പക്ഷെ സൂപ്രണ്ട് വിളിച്ച് എന്നോട് സ്വകാര്യമായി പറഞ്ഞു അത് അങ്ങോർക്ക് വേണ്ടപ്പെട്ട കേസാണെന്നും ചാർജ് ചെയ്യേണ്ടെന്നും ഇതുപോലെ മറ്റു വേറെ പല കേസുകൾ കിട്ടുമല്ലോ എന്നൊക്കെ. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അച്ഛാ. അല്ല, സൂപ്രണ്ടും അത്തരക്കാരനാണോ? ഓരോരുത്തരുടെ തനിനിറം ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണം അച്ഛാ? നീ എന്തു പറഞ്ഞു? ഞാൻ വഴങ്ങിയില്ല. സൂപ്രണ്ടിന് നീരസം തോന്നില്ലേ? നീരസം തോന്നുമായിരിക്കാം. വഴങ്ങിയാലും കുറ്റം, വഴങ്ങിയില്ലെങ്കിലും കുറ്റം. ഞാനാകെ ധർമ്മസങ്കടത്തിലാണ് അച്ഛാ. നീ ഉദ്യോഗത്തിൽ കയറുമ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇത് വല്ലാത്തൊരു ഫോക്കസാണെന്ന്. അപകടം പതിയിരിപ്പുണ്ടെന്നെ ജോലിയില്. ഇത് ഒരു അധോലോകമാണ്. നിനക്ക് പറ്റിയില്ലെങ്കിലേ ഉദ്യോഗം രാജിവെച്ച് ഇങ്ങോട്ട് പോന്നോളൂ. ഇത്രയ്ക്ക് അങ്ങനെ പേടിച്ചാലോ അച്ഛാ? ഇത് ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ള ഉദ്യോഗമല്ല. ധീരനായ അച്ഛന്റെ മകൻ ഭീരുവാകണം. അന്ന് ജീവൻ പണയം വെച്ചല്ലേ അച്ഛൻ വിദേശ ശക്തികൾക്കെതിരെ പോരാടിയത്. ഞാനും ഒരു ധർമ്മ സമരത്തിലാണ് അച്ഛാ. അച്ഛൻ അന്ന് വിദേശ ശക്തികൾക്കെതിരെ, ഞാനിന്ന് രാജ്യത്തെ രാജ്യദ്രോഹികൾക്കെതിരെ. അച്ഛാ, ഞാൻ ആ ഷീലയുടെ വീട് വരുന്നു, പോയിട്ട് വരാം. അതെയോ? എന്നാ പോയിക്കോളൂ. നിക്ക് മോളെ, ഞാനുമുണ്ട്. എൻ്റെ ആ മരുന്ന് കഴിഞ്ഞു. അച്ഛാ, മരുന്ന് ഞാൻ വാങ്ങിക്കാം. വേണ്ട, നിനക്ക് ധൃതിയും ബന്ധപ്പാടും തിരക്കുമല്ലേ. സിന്ധുവാ, അച്ഛനെ സൂക്ഷിച്ചോളൂ. നോക്കാം ചിത്തിലിട്ട്. എന്താ? ആരാ? ഞാൻ അനന്ത മുതലാളിയുടെ ഡ്രൈവറാണ്. മുതലാളിക്ക് സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? അതെനിക്കറിയില്ല. കാർ അല്പം കുറച്ച് നീക്കി നിർത്തിയിട്ടുണ്ട്. സാറ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ മുതലാളി എന്നോടൊന്ന് പറഞ്ഞു.
ഉണ്ടെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി, ഞാനത് പറഞ്ഞിട്ട് വരാം. വേണ്ട, എനിക്ക് അനന്തനെ കാണേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ആവശ്യം മുതലാളിയുടേതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കാണണ്ടെന്ന് പറഞ്ഞത്. ജയ്പാൽ, പുഷ്കര, നീ പുറത്തു പോ. എന്താ? ഒരു സുഹൃത്തിന് കാണുന്ന സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് എടുത്തുകൂടാ. കാണുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ കാര്യം കാണാൻ ശ്രമിക്കരുത്. ഞാൻ ഒന്നിനും ശ്രമിക്കുന്നില്ല. എൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞുകൂടെ? അനന്ത, ബിസിനസ് സംബന്ധമാണെങ്കിൽ വേണ്ട. ബിസിനസ് അല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇപ്പോൾ മനസ്സിലായി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അനന്ത, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ജയബാല, ഒന്നും രണ്ടുമല്ല, 10 കോടി രൂപയാണ് നീ ഇന്ന് എന്റെ പിടികൂടിയിരിക്കുന്നത്. അതെനിക്ക് വിട്ടു തന്നേ പറ്റൂ. നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് പറയല്ല അനന്ത. നടക്കും. ജയപാൽ മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ സൂപ്രണ്ടിനെ പിടിക്കേണ്ട കാര്യം അത് ഞാൻ ഏറ്റു. ഓഹോ, സൂപ്രണ്ടുമായി അത്ര ബന്ധത്തിലാണ്? വളരെ നാളുകളായിട്ടുള്ള പരിചയമാ. അദ്ദേഹം എനിക്ക് വേണ്ടി എന്തും ചെയ്യും. അല്ല ജയപാല, ഈ പിടിച്ചതായ മയക്കുമരുന്ന് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. നിനക്കതിൽ കമ്മീഷനും കിട്ടില്ല. എന്നാൽ അത് എനിക്ക് വിട്ടു തന്നാൽ? അനന്ത, കുറച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി മയക്കുമരുന്ന് കൊണ്ട് ഈ ഭൂമിയിൽ നരകം സൃഷ്ടിക്കരുത്. നിനക്കെന്താടാ ഒരു തലമുറയെ നശിപ്പിക്കണമെന്ന് ഇത്ര വാശി? ജയപാല, മേലിൽ ഞാൻ ശ്രദ്ധിക്കാം. ഇതെനിക്ക് വിട്ടുതരൂ. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് തരാം. അത്തരം സമ്പാദ്യം ഞാൻ മോഹിക്കുന്നില്ലെങ്കിലോ? എന്റെ ഓഫർ അത്ര നിസ്സാരമല്ല. അത് തീരുമാനിക്കാനുള്ള അവകാശം നിനക്ക് ഞാൻ വിട്ടു. കൂടുതൽ മോഹങ്ങൾ ഉണ്ടെങ്കിലല്ലേ അനന്ത കൂടുതൽ പണത്തിനോട് ആർത്തി ഉണ്ടാവൂ. അനന്തന് അനന്തമായ മോഹങ്ങളാണ്. ഏത് ഹീനമായ മാർഗത്തിൽ കൂടിയും നീ അത് നിറവേറ്റിയെടുക്കും. നീ പുതിയ കാറുകൾ ഇടയ്ക്കിടെ മാറുന്നത് തന്നെ ഇതിന്റെ ഭാഗമാണ്. അനന്ത, നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നാൽ രണ്ടു കൂട്ടർക്കും സമയനഷ്ടമേ ഉണ്ടാകൂ. അതുകൊണ്ട് സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അനന്തന് പോകാം. ജയപാല, എന്നെ വേദനിപ്പിച്ചും നിരാശപ്പെടുത്തിയും വിടണോ? ഒരുപക്ഷെ ഇതിന്റെ പേരിൽ നമ്മുടെ സൗഹൃദം തന്നെ നശിച്ചു പോയി എന്ന് വരും. പക്ഷേ അതൊരു നേട്ടമായിട്ടേ ഞാൻ കാണൂ. കേട്ടാടാ? ശരി, കാണാം, കാണണം. എന്താണത്? എന്താണത്? പുറത്തെടുക്കടാ. സാർ, അത് കറൻസിയാണോ? അതെ സാർ, കുറച്ച് പണമാണ്. നീ എനിക്ക് കൈക്കൂലി തരാൻ വന്നു. ആനന്ദന്റെ പിടിയാണല്ലടാ നീ. ഹലോ, വിജിലൻസ് ഓഫീസല്ലേ? യെസ്, സൂപ്രണ്ടാണോ? ഉടനെ എൻ്റെ വീട്ടിലേക്ക് വരണം സാർ. ഞാൻ ജയപാലാണ്. എനിക്ക് കൈക്കൂലി തരാൻ ഒരാളിവിടെ വന്നിട്ടുണ്ട്. അതെ, ഓഫീസിൽ നിന്ന് നോട്ട് ചെയ്ത് കൊടുത്താ അതേ കറൻസി തന്നെയായിരിക്കാം. ഓക്കെ സാർ, ഉടനടി പെട്ടെന്ന് വരണം സാർ. മർദ്ദിക്കാൻ ഞങ്ങളുടെ വകുപ്പിൽ നിയമമില്ല. പക്ഷെ നിന്നെ പോലുള്ള ദ്രോഹികളെ മർദ്ദിക്കാതിരിക്കാൻ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം തന്നെ. ആ, കൈമളെ, ആ എങ്ങനെയുണ്ട് അസുഖം? ആ, അല്പം പ്രഷർ, ആ, അല്പം ഷുഗർ ആ, ഒക്കെ കൂടി ഒരു പരുവത്തിലായിരിക്കുക. ഹാർട്ടിന് എന്തോ പറയുന്നത് കേട്ടല്ലോ. ആ, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഹാർട്ടുമുണ്ടെന്ന്. ഡോക്ടർ പറയുക ഹാർട്ടിന് എന്തോ അസുഖം എനിക്കുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഹാർട്ടുമുണ്ടെന്ന്. അല്ല, ECG എടുത്തോ? ECG എടുക്കാതിരിക്കുവോ? ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ മെഷീനിലും എന്റെ ശരീരം കയറി ഇറങ്ങി വാറാല പോലത്തെ ഒരു വില്ലും വന്നു. അപ്പോ ഡോക്ടർ എന്തു പറഞ്ഞു? ഒരു പ്രശ്നവുമില്ലാത്രേ, പക്ഷേ സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞു. അല്ല നമ്പ്യാരെ, പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ സൂക്ഷിക്കണേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ? ഈ ഡോക്ടർമാര് ആ പണം പിടുങ്ങാൻ വേണ്ടി ആ അതും ഇതും ഒക്കെ പറയും. ഓ ഈ ഗ്യാസിന്റെ ഉപദ്രവമാണെങ്കിലേ ഏ അവര് പറയും ഹാർട്ടാണെന്ന്. ഹാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഗമയുള്ള രോഗമല്ലേ? അതെ അതെ. കേൾക്കുമ്പോൾ തന്നെ അതിനൊരു അന്തസ്സുണ്ട്. അന്തസ്സാ. അപ്പോൾ അന്തസ്സുള്ള രോഗത്തിനെ അന്തസ്സായിട്ട് ചാർജ് ചെയ്യണ്ടേ? ചാർജ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഡോക്ടർക്കും രോഗിക്കും കുറച്ചിലല്ലേ? കുറച്ചില. ആ, പെൻഷൻ വാങ്ങാൻ പോരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാം. ഇന്ന് തീരെ വയ്യ, തീരെ സുഖമില്ല നമ്പ്യാരെ. നാളെ പോയാ പോരെ? ധാരാളം മതി. ആ നമ്മേക്കാൾ അർഹതയുള്ളവര് ആദ്യം പെൻഷൻ മേടിക്കട്ടെ. അതെന്താ അങ്ങനെ പറയാൻ നമ്പ്യാരെ? അന്ന് ദേശീയ സമരത്തിനെതിരായി പ്രവർത്തിച്ചവരും ആ അതിനെ തുരങ്കപ്പണി ചെയ്തവരും ആ. എല്ലാം ഇപ്പോൾ സ്വാതന്ത്ര്യ സമര പെൻഷൻ മേടിക്കുക. ഓ അന്ന് വേറെ പല കാരണങ്ങൾക്കും സമരം നടത്തിയവര് ഇപ്പോ പറയാ അതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന്. ഓ ചുരുക്കത്തിൽ കേരളത്തിലെ അക്കാലത്തെ എല്ലാ സമരങ്ങളും സ്വാതന്ത്ര്യ സമരമായി മാറിയിരിക്കുക. ഓഹോ. ഈ പെൻഷന്റെ ഒരു പവറേ. നാണമില്ലാത്തവര് നക്കി തിന്നട്ടെ നമ്പ്യാരെ. ഇപ്പോൾ എനിക്ക് അതല്ല സംശയം. എന്താ സംശയം? 1947 ശേഷം ജനിച്ചവരും ആ ഇപ്പോ ഈ സ്വാതന്ത്ര്യ സമര പെൻഷൻ മേടിക്കുന്നുണ്ടോ എന്ന. അത് കൊള്ളാം. അതിരിക്കട്ടെ, ആ നമ്മുടെ സിന്ധുമോളുടെ കല്യാണക്കാര്യമൊക്കെ എന്തായി? ഓ കഴിഞ്ഞ ആഴ്ച കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചു. ഔ നമ്പ്യാരെ ക്ഷണിക്കാൻ വിട്ടുപോയി കേട്ടോ. സാരമില്ല. കല്യാണത്തിന് എന്തായാലും വിളിക്കണ്ടേ? എല്ലാം പെട്ടെന്നായിരുന്നു. അല്ല, അപ്പോൾ സിന്ധുമോൾ പോയാൽ ഇവിടെ പിന്നെ ആരാ? അതൊരു പ്രശ്നമാണ് നമ്പ്യാരെ. ജയപാലിന്റെ കല്യാണം നടത്തിയാൽ മതിയല്ലോ, അപ്പോൾ വീട്ടിലാളായി. അതും ആലോചിക്കണം. ഏതായാലും സിന്ധുവിന്റെ കല്യാണമല്ലേ ഇങ്ങ് എത്തിയത്. ആ അത് നടക്കട്ടെ. ജയപാലിന്റെ കല്യാണം വരുമ്പോ അതും ആലോചിക്കാം. അച്ഛാ, മരുന്ന്. ഔ മരുന്നിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഹായ്, വന്നല്ലോ. മണവാട്ടി പെണ്ണ് എന്തു പറയണു? എന്തു പറയാൻ? അല്ല, നല്ലൊരു കല്യാണ സദ്യ ഉണ്ണാൻ ഈ നമ്പ്യാര് കാത്തിരിക്കാണ് കേട്ടോ. സദ്യ ഉണ്ണാൻ കല്യാണം വരെ കാത്തിരിക്കണമെന്നില്ല. ഇന്ന് തന്നെ ആവാം അല്ലേ അച്ഛാ? അതെ, ഇന്ന് തന്നെ ആവാലോ.
മറുപടി മുന്നോട്ട് ചോറായി. പോയാ മതി. മറുപടി ചോറായിട്ടുണ്ട് കേട്ടോ. ആ, അവളോട് മറുപടി പറഞ്ഞ് ജയിക്കാനൊന്നും നമ്പ്യാര് നോക്കണ്ട. സംഗതി നല്ലതാ. പക്ഷേങ്കില് അവിടെ ചെന്നാൽ കെട്ടിയോര് മറുപടി പിടിക്കണം. അത് വേണം. അല്ലെങ്കിലേ കുറുവടിയാ. അങ്ങനെ തല്ലുകൊള്ളാനൊന്നും എന്നെ കിട്ടില്ല. ഇല്ല, കിട്ടില്ല, അവളെ കിട്ടില്ല. അഥവാ തല്ലിയാൽ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ വീടാണല്ലോ അല്ലേ? ആ, അതൊരു വെപ്പാണല്ലോ നമ്പ്യാരെ. അച്ഛാ, കുഞ്ഞേട്ടന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് 2-3 ദിവസമായില്ലേ? എന്താ വരാത്തത്? ആരോടാ ചോദിക്കുന്നേ? ആവശ്യം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണമെന്ന് ആർക്കെങ്കിലും വല്ല വിവരവും ഉണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രത്യേകിച്ചും കുടുംബത്തേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏറ്റോടത്ത് കിടന്നുറങ്ങും. അല്ല, 3 മാസമായി അവനെ കണ്ടിട്ട്. ഇത് ജൂൺ, ജൂലൈ, 6 മാസമായി എന്നാ തോന്നുന്നേ. ആ, എന്തെങ്കിലും കാര്യം കാണും. പക്ഷേ കാണാൻ കൊതിയാവുന്നുണ്ട് നമ്പ്യാരെ. അല്ല, ഇവിടുന്ന് ആരോ അങ്ങോട്ട് ജയപാൽ ഒരിക്കൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ബാംഗ്ലൂർക്ക്. അവനാണെങ്കിൽ തിരക്കും ധൃതിയും തെക്കുമൊക്കെയാണ് അവന്. പക്ഷേ എനിക്കാണെങ്കിലോ തീരെ വയ്യ. ഞാൻ എങ്ങനെ പോകാനാ ബാംഗ്ലൂർക്കൊക്കെ? അല്ല, ഞാൻ എൻ്റെ മുരളിയെ ബാംഗ്ലൂർക്ക് പറഞ്ഞയക്കണോ അന്വേഷിക്കാൻ? വേണ്ട, ആവശ്യം കഴിയുമ്പോ അവൻ ഇങ്ങോട്ട് മടങ്ങി വന്നോളും. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും അവന്. കല്യാണമാണെങ്കിൽ ഇങ്ങെത്തി 100 കൂട്ടം കാര്യങ്ങളാ ചെയ്തു തീർക്കാനുള്ളത്. അതൊക്കെ നടക്കും അച്ഛാ. അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? നടക്കുമല്ലേ മോളെ? കൈമളൊന്ന് വയറ് കത്താതിരിക്കും. ഞാനും എൻ്റെ മുരളിയും ഇല്ലേ, ഏത് സഹായവും ചെയ്തു തരാൻ. പിന്നെ മുരളി ഈ ഇൻവിറ്റേഷൻ ഒക്കെ നന്നായി എഴുതിക്കോളും. ജയപാൽ അവനെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാ കേട്ടെ. ഓ, ഞാനത് കൈമളിനോട് പറയാൻ മറന്നുപോയി. ഇപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുക എൻ്റെ മോൻ. ഓ, നന്നായി. 3-4-5 മാസമായി. അതിന്റെ ഇടയിൽ അവന് സമയം കിട്ടുമോ ഇങ്ങോട്ട് വരാനും പറ്റും? സമയം പോയത് അറിഞ്ഞില്ല. എന്നാൽ കൈമളെ, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. തീർച്ചയായും വരും. ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു നമ്പ്യാരെ. ഇടയ്ക്ക് വരണം കേട്ടോ. അച്ഛൻ ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ? പോകണം മോളെ. കുറച്ച് കഴിയട്ടെ. ഞാനൊന്ന് ചെന്ന് കിടക്കട്ടെ. എനിക്ക് തീരെ വയ്യ. കുഞ്ഞേട്ടാ, എന്തു പറ്റി കുഞ്ഞേട്ടാ? തീരെ സുഖമില്ല സിന്ധു. എന്താ സുഖം? കുഞ്ഞേട്ടനെ കണ്ടിട്ട് മനസ്സിലാവണില്ലല്ലോ. എന്റെ കുഞ്ഞേട്ടൻ തന്നെയാണോ ഇത്? പേടിക്കാനൊന്നുമില്ല സിന്ധു, തീരെ കിടപ്പിലായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു കുഞ്ഞേട്ടാ? ഓ, വയ്യ. അച്ഛനെവിടെ? അച്ഛാ, അച്ഛാ, കുഞ്ഞേട്ടൻ വന്നിരിക്കുന്നു. ആരാ വന്നിരിക്കണേ? സതീഷ്, നീ എപ്പോ വന്നു പോലെ? എന്താ നിന്റെ കോലം? കണ്ടിട്ട് മനസ്സിലാവണില്ല മോനെ. സുഖമില്ലാതെ കിടപ്പിലായിരുന്നു അച്ഛാ. ഇപ്പൊ ഒരുവിധം മാറിയിട്ടുണ്ട്. ഓ, നീ ഡോക്ടറെ കാണിച്ചോ? മരുന്നും കഴിക്കുന്നുണ്ട്. എന്തേ ഒന്ന് അറിയിക്കാതിരുന്നേ മോനെ? അറിയിച്ച് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. അറിഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി നിങ്ങൾ മനസ്സിൽ കാണും. അതിന് മാത്രമൊന്നുമില്ല, നല്ല കടുത്ത പനിയായിരുന്നു. കുഞ്ഞേട്ടാ, അച്ഛനും തീരെ സുഖമില്ല. BP കൂടുതലാ, ഹാർട്ടിനും കംപ്ലൈന്റ് ഉണ്ട്. എന്തേ ഒന്നും അറിയിക്കാതിരുന്നേ?
വരുമ്പോ പറയാന്ന് വിചാരിച്ചു. ഞാൻ ഒരു കത്ത് അയച്ചിരുന്നു, നിനക്ക് കിട്ടിയില്ലേ? കത്തൊന്നും എനിക്ക് കിട്ടിയില്ല. ഇവളുടെ കല്യാണക്കാര്യം വെച്ച് ഞാനൊരു കത്ത് നിനക്ക് എഴുതിയിരുന്നല്ലോ. കിട്ടിയില്ല അച്ഛാ. കല്യാണക്കാരുമോ? എന്ന്? ഒരാഴ്ച കഴിഞ്ഞു കല്യാണം ഉറപ്പിച്ചിട്ട്. 2 ആഴ്ച കഴിഞ്ഞ കല്യാണമാണ്. അന്ന് ഗുരുവായിരുന്ന. എന്താ ജോലി? ബാങ്ക് മാനേജരാ. ആഹാ, കാണാൻ എങ്ങനെയുണ്ട്? ആ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നീ പോയി ഒന്ന് കുളിച്ച് ഫ്രഷാവും മോനെ. ഇവന് വല്ല ചായയോ കാപ്പിയോ എന്തെങ്കിലും കൊടുക്ക്. നീ ആ ബാഗ് എടുത്ത് കൊണ്ടുപോകുമ്പോളെ. ഞാൻ എടുക്കാം കുഞ്ഞേട്ടാ. ആ, സതീഷ് വന്നാൽ ഓടാൻ ആളായല്ലോ എന്ന് കരുതിയതാ. ഇപ്പൊ അവന് വേണ്ടി ഓടാൻ വേറെ ആൾ വന്നോണം. ഔ ഭഗവാനെ, എന്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ. എന്റെ കല്യാണത്തിന് ഇത്രയും തിടുക്കം കൂട്ടണായിരുന്നു അച്ഛാ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നേരാൻ നേരത്തിന് നോക്കാൻ ആരെവിടെ ഉള്ളത്? അമ്മ മരിക്കാൻ നേരത്ത് എനിക്ക് 1.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മോളെ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിയില്ലേ? അതിൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങളും ഞാൻ നടത്തി. ഈ കാര്യവും ദൈവം എനിക്ക് നടത്തി തരും, അല്ലേ മോളെ? നടക്കും അച്ഛാ. ആ, നടക്കും. മോളകത്തേക്ക് ചെല്ലേ. അവന് വല്ല ഭക്ഷണം എന്തെങ്കിലും ഒരുക്കി കൊടുക്ക്. വിശന്നിട്ടാവും എൻ്റെ മോൻ വന്നിണ്ടാവുക. അയ്യ, മുരളി, എന്താ വിശേഷം? ഇരിക്കേ. ഇവിടുന്ന് തന്നയച്ച ലെറ്റർ ഞാൻ കൊടുത്തു. ആ, തൽക്കാലം വേക്കൻസി ഇല്ല, ചാൻസ് വരുമ്പോ നോക്കാമെന്ന്. ഓഹോ, വീട്ടിലേക്കാണോ നീ പോയത്? അതെ, നല്ല ട്രീറ്റ് ആയിരുന്നു. ആ, എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. മാത്യു സക്കറിയ എൻ്റെ പഴയൊരു കൂട്ടുകാരനാ. ഇപ്പൊ അവൻ വലിയ പൊസിഷനില്ല. അല്ല, വീട്ടിൽ ചെന്നിട്ട് അവൻ എന്തു പറഞ്ഞു? വീട്ടിലേക്ക് ചെന്നപ്പോ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, അല്ല, ഇൻവിറ്റേഷൻ ഒക്കെ കൊണ്ടുവന്നു. നാളെ കിട്ടും മോനെ. അഡ്രസ് ഒക്കെ തയ്യാറാക്കി വെച്ചോളൂ, ഞാൻ എഴുതിക്കോളാം. ഓ, നിനക്ക് സമയം കിട്ടുമോ അതിന്? ഇതൊന്നും പ്രശ്നമില്ല, ആ. എല്ലാം ശരിയാക്കാം. ആ, നീ പുതിയ എന്തോ പ്രസ്ഥാനത്തിൽ ചേർന്നെന്നോ എന്തോ പറയുന്നത് കേട്ടു അച്ഛൻ. എന്തായി അത്? നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ യുവാക്കളാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ആഹാ, നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഒരുപോലെ പടർന്നു പിടിച്ചിരിക്കുന്നു. ഓ, വലിയൊരു പങ്കും വിദ്യാർത്ഥികൾ ഇതിന് അടിമകളാണ്. ഇത് വിഷമാണെന്ന് അറിഞ്ഞിട്ടും പിള്ളേര് പിന്തിരിയുന്നില്ലല്ലോ മോനെ. വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണിത് തുടങ്ങുക. അതെ, വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഏജന്റുമാരുണ്ട്. 1 or 2 തവണ ഉപയോഗിച്ചാൽ അതിന് അടിമപ്പെട്ടു. പിന്നെ അത് കിട്ടാനുള്ള പരക്കം പാച്ചിലായി. വാങ്ങാനാണെങ്കിൽ കയ്യിൽ പണവും ഉണ്ടാവില്ല. അപ്പോഴാണ് ഏജന്റിന്റെ കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? ഒരു പുതിയ വിദ്യാർത്ഥിയെ പതിവുകാരനാക്കി തന്നാൽ സൗജന്യമായി തരാമെന്ന്. ഓഹോ, അങ്ങനെ പുതിയ പുതിയ പതിവുകാരുടെ ശൃംഖല വളർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അല്ലേ? പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ രഹസ്യമായി ബ്രൗൺ ഷുഗർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഏജന്റ് ഇപ്പൊ അതെല്ലാം വിട്ട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓ, നന്നായി. ഒരു സംഗതി കേൾക്കണോ? എന്താ? പതിവുകാരിയായ ഒരു വിദ്യാർത്ഥിനി മയക്കുമരുന്ന് ചോദിച്ചു. വാങ്ങാനാണെങ്കിൽ അവളുടെ കയ്യിൽ പണവുമില്ല. കടം തരില്ലെന്ന് ഏജന്റ് തീർത്തു പറഞ്ഞു. ഓ, നന്നായി. ആ ഏജന്റ് പോരാ നേരത്ത് അവൻ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അവൾ പറയാ, കുറച്ച് നേരത്തേക്ക് എന്നെ തരാം, എനിക്ക് ബ്രൗൺ ഷുഗർ തരുമെന്ന്. അധികാരമൊന്നല്ലാതെ. കേട്ടിട്ട് ഞാൻ നടുങ്ങിപ്പോയി. എന്താ പറയാ ഇപ്പോഴത്തെ കുട്ടികളോട്? ഒരു ശരീരം വെച്ചും മയക്കുമരുന്ന് മേടിക്കുന്നത് കേട്ടിട്ട് അറയ്ക്കണോ? അതെ, വന്നു. ഇത് എൻ്റെ മോൻ സതീഷ്, അങ്ങ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുക മെഡിസിന്. സതീഷാ, ഇത് മുരളി, എൻ്റെ കൂട്ടുകാരൻ നമ്പ്യാർ. പോയോ? മുരളി ഇരിക്കി, അത് പോയി. എന്താ, വല്ല അസുഖവുമുണ്ടോ?
എന്താ വല്ല അസുഖവുമുണ്ടോ? അസുഖവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ അസുഖം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ റൂമിലെ മരുന്ന് മരുന്ന് മേടിക്കണം. ഈ ഒരു കാര്യം ചെയ്യണം, ആ കുറിപ്പ് എന്ന് എനിക്ക് എടുത്തു തരണം. അത് കാണാനില്ല മോനെ, ഒന്ന് സഹായിക്ക്. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ കാപ്പി. കുഞ്ഞേട്ടാ, എന്താ ഈ ചെയ്യുന്നത്? എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയില്ലേ? എന്തിനാ കുഞ്ഞേട്ടാ ഇത്? എന്റെ കുടലും ലങ്സും ഒക്കെ അല്പം കംപ്ലൈന്റാ. കുഞ്ഞേട്ടാ, കുറച്ച് ദിവസം തുടർച്ചയായി മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കണം. ഇതെങ്ങനെ സംഭവിച്ചു കുഞ്ഞേട്ടാ? എന്റെ കുഞ്ഞേട്ടന് എന്താ പറ്റിയേ? വിളി കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇന്നലെ യാത്ര പുറപ്പെട്ടതിന് ശേഷം ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ കൈയും കാലുമെല്ലാം എന്റെ തലയൊക്കെ പിളർന്നു പോകുന്ന പോലെ, എന്റെ നെഞ്ചൊക്കെ പൊട്ടി തകർന്നു പോണു. മരുന്ന് വീണ്ടും മരുന്ന് വന്നോ? അച്ഛാ, അച്ഛൻ ഒരിടത്ത് പോയി കിടക്ക്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? എപ്പോഴും കിടപ്പല്ലേ മോളെ, ഇതിനെ വയ്യ. കിടന്ന് കിടന്ന് മടുത്തു. അച്ഛന് സുഖമല്ലേ? സുഖം ഒരു കുറവുമില്ല മോനെ, സുഖേടിന് ഒരു കുറവുമില്ല. നിനക്കെങ്ങനെ? നിന്റെ അസുഖമൊക്കെ എങ്ങനെ? എന്തൊരു പ്രസന്നതയും പ്രസരിപ്പുമായിരുന്നു നിനക്ക്. അതൊക്കെ ഇപ്പൊ എവിടെ പോയി? പരീക്ഷയ്ക്ക് കുറെ ദിവസം ഉറക്കമുളച്ചിരുന്ന് പഠിച്ചതല്ലേ, അതിനിടയിൽ കടുത്ത പനിയും. അതെല്ലാം മാറിക്കോളും. മാറിക്കോളും. അച്ഛാ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ വയ്യാത്ത പോലെ? വയ്യ മോനെ. അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. അച്ഛൻ മരുന്ന് വാങ്ങി? നേരത്തിന് കാലത്തിന് മരുന്ന് കഴിച്ചാലല്ല അച്ഛാ രോഗം ഭേദമാകുക. അച്ഛൻ ഇങ്ങനെ കെയർലെസ് ആയാലോ? ഞാൻ വാങ്ങാന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്താ പറഞ്ഞത്? വേണ്ട. നിനക്ക് ഒന്നിനും നേരമില്ലല്ലോ, എല്ലാം തിരക്കും തിക്കുമല്ലേ നിനക്ക്. ഇപ്പൊ എന്റെ കുറ്റമായോ? അതെന്റെ ജോലിയുടെ സ്വഭാവമല്ല അച്ഛാ. ഇപ്പോ ഈ വീടിന്റെ സ്വഭാവം എന്താ? 2 രോഗികൾ. നീ അവനെ ഒന്ന് നോക്ക്. അവനെ കൊണ്ടൊന്ന് കാണിച്ചുകൂടാ നിനക്ക് ഡോക്ടർക്ക്? അവന് തീരെ സുഖമില്ലാണ്ട് വന്നിരിക്കുക. സതീഷ് എവിടെ അച്ഛാ? സതീഷ് ആ റൂമിൽ കിടക്കണ്ട് പോലെ. സതീഷ്, എടാ സതീഷ്. വരണു. എടാ, നീ അവിടെ എന്തെടുക്കുകയാ? ഒന്നുമില്ല ചേട്ടാ, ഉറങ്ങുകയായിരുന്നു. ഏയ്, നിന്റെ അസുഖം എങ്ങനെ? കുറവുണ്ട്.
കുറവുണ്ടെന്ന് പറയണമെന്ന് മരുന്നാവും, ഒരു കുറവും ഞാൻ കാണുന്നില്ലല്ലോ. മാറ്റം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ജാലവിദ്യ ഒന്നും അല്ലല്ലോ, സാവധാനത്തിലേ മാറൂ. എടാ സതീഷേ, നിന്നെ എങ്ങനെ കണ്ടിട്ടല്ലടാ നമ്മുടെ അച്ഛൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ദേ നോക്ക്, എന്താടാ ഇത്? മുഖമാകെ കരിവാളിച്ചിരിക്കുന്നു, കണ്ണുകൾ കുഴിഞ്ഞു പോയിരിക്കുന്നു, തീരെ രക്തപ്രകാശമില്ല, ശരീരമാകെ ശോഷിച്ചിരിക്കുന്നു. സത്യത്തിൽ നിന്റെ രോഗം എന്താടാ? ഓ, എത്ര പ്രാവശ്യം ഇത് പറയണം? ചോദിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. നീ ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാടാ? എന്തിനാ? 2 ദിവസമായി നീ ഈ വീട്ടിൽ വന്നിട്ട് ആരോടും സംസാരിക്കുന്നില്ല. ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റവാക്കിൽ മറുപടി. എപ്പോഴും നിന്റെ മുറിയുടെ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ എത്ര സുഖമാണതാ. സുഖമില്ലാത്ത ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? പുറത്തിറങ്ങി ഓടി നടക്കണോ? വായാടിയെ പോലെ വർത്താനം പറയണോ? എടാ സതീശൻ, നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോ അച്ഛാ, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇവന്റെ രോഗം എന്തായാലും ശരി, നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യണം. വേണ്ട, എന്റെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ചെക്കപ്പ് നടത്തിയിട്ടുണ്ട്. മരുന്നും ഇഞ്ചക്ഷനും കുറിച്ചിട്ടുമുണ്ട്. എന്നിട്ട് രോഗം ഭേദമാവുന്നില്ലല്ലോ. മരുന്നിന്റെ കോഴ്സ് തീരണ്ടേ? അച്ഛാ, ഒരു 2ാം ഒപ്പീനിയൻ തേടുന്നത് കൊണ്ട് എന്താ പ്രശ്നം? എന്താ പ്രശ്നം പോലെ? ഡോക്ടർ ഒരു പ്രഗത്ഭനാണ്. ആണോ? എടാ, അയാളുടെ ഡയഗ്നോസിസ് തെറ്റാണെങ്കിലോ എക്സാമിൻ ചെയ്താലല്ലേ കറക്റ്റ് കാര്യം അറിയൂ. വെറുതെ ഓരോന്നും പറഞ്ഞ് ഈ അച്ഛനെ വിഷമിപ്പിക്കണ്ട. ഇത് താനേ മാറേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടി ഒരു ആനക്കാര്യമാക്കൂ. അച്ഛൻ പോയി കിടന്നേ. വാ. എനിക്ക് വയ്യ, അയ്യോ എനിക്ക് വയ്യ. എന്താ ഇവിടെ സംഭവിക്കണേ? സതീഷ്, എടാ സതീഷ്. എന്താ വല്യേട്ടാ? നീ മിണ്ടരുത്. എടാ സതീഷ്. ഓ, വീണ്ടും നിന്റെ മുറിയിൽ സിറിഞ്ചിരിപ്പുണ്ടല്ലോടാ, അതെന്തിനാ? എടാ, ചോദിച്ചതിന് ഉത്തരം പറയാൻ. ചേട്ടനോട് ആരാ പറഞ്ഞ എന്റെ മുറിയിൽ കയറാൻ? എടാ, നിന്റെ മുറിയിൽ സിറിഞ്ചിരിപ്പുണ്ട്, അതെന്തിനാണെന്ന്? ഡോക്ടർ കുറിച്ച് ഇഞ്ചക്ഷൻ എടുക്കാൻ. എത്തിനാണോടാ ഡോക്ടർ കുറിച്ച് തന്ന മരുന്ന്? അതാണോടാ നിന്റെ ഫ്ലൂവിനുള്ള മരുന്ന്? എത്ര നാളായി അത് തുടങ്ങിയിട്ട്? എത്ര നാളായി ഇത് തുടങ്ങിയിട്ടെന്ന്? എന്താണത്? എന്താടാ നിറയെ ഇഞ്ചക്ട് ചെയ്ത പാടുകൾ? ഇതെന്താണെന്ന്? ശല്യമില്ലാതെ പഠിക്കാനെന്ന് പറഞ്ഞ് ഹോസ്റ്റൽ ജീവിതം മതിയാക്കി നീ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു. അതിനായി നിനക്ക് കൂടുതൽ പണം ഞാൻ അയച്ചു തന്നു. ഹോസ്റ്റൽ ജീവിതം മതിയാക്കിയത് നിനക്ക് കൂത്താടി സ്വതന്ത്രമായി നടക്കാനായിരുന്നു, അല്ലടാ ദ്രോഹി. പൊന്നുപോലെ നോക്കിയതല്ലേ നിന്നെ. നീ ഇങ്ങനെ നശിക്കാൻ തീരുമാനിക്കുമ്പോ നീ അച്ഛനെ ഓർത്തടാ, നീ നമ്മുടെ പെങ്ങളെ ഓർത്തോടാ, നീ എന്നെ ഓർത്തോ? തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ.
സതീശ, നീ എന്തിനിത് ചെയ്തു പോലെ? ഈ കുടുംബം നീ തകർത്തല്ലോടാ. അച്ഛനെ നീ വേദനിപ്പിച്ചുവല്ലേ? പണം സമ്പാദിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല പോലെ. സമ്പാദിച്ചത് നല്ല പേര്, നല്ല ആദർശം, നല്ല കുടുംബം. അത് നീയായിട്ട് നശിപ്പിച്ചല്ലോ പോലെ, നീയായിട്ട് നശിപ്പിച്ചല്ലോ. അച്ഛനിതെങ്ങനെ താങ്ങുകൂടാ? അമ്മ മരിക്കാൻ നേരത്തെ പറഞ്ഞു, വികൃതിയായ നിന്നെ പ്രത്യേകം നോക്കണമെന്ന്. വികൃതിയില്ലാതെ നീ വളർന്നു വന്നു. നീ വികൃതി കാട്ടിയത് ഇപ്പോഴാണ് മോനെ, ഇപ്പോഴാണ്. അച്ഛനെ വേദനിപ്പിച്ചത് നീ ഇപ്പോഴാണ്. ജയ്പാൽ, ജയ്പാൽ, എന്തിനാടാ നീ വന്നത്? ഒരു ബലപ്രയോഗം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അതറിയാനാണോ നീ വന്നത്? ഞാൻ വന്നിട്ട് അല്പനേരമായി. ഇവിടുത്തെ ബഹളം ശ്രദ്ധിച്ചു നിന്നു. മയക്കുമരുന്ന് പിടുത്തക്കാരന്റെ അനുജൻ മയക്കുമരുന്നിന് അടിമ. എന്തൊരു വിരോധാഭാസം! ഇതൊക്കെ ഒരു തിരിച്ചടിയാണ്. അതേടാ, നല്ലവനും പരിശുദ്ധനുമായ നിന്നെ ഞാൻ അനാവശ്യമായി ദ്രോഹിക്കുന്നതിലുള്ള ദൈവകോപം, തീരാ ശാപം അതാടാ. നിന്റെ കള്ളകടത്തിന് ഞാൻ കൂട്ടുനിന്നിരുന്നെങ്കിൽ എന്റെ അനുജൻ നല്ലവനായി തീരുമായിരുന്നു, അല്ലടാ. നിന്റെ കൂട്ട് എനിക്ക് കിട്ടില്ലെന്നറിയാം. എന്റെ വീടും കടയും ഒരേ സമയം റെയ്ഡ് ചെയ്യാൻ പരമരഹസ്യമായി നീ ഒരുങ്ങിയില്ലേ? എന്നിട്ട് എന്തായി? അതിന്റെ അഹന്ത കാണിക്കാനാണോ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നീ സെർച്ച് വാറന്റുമായി ഇറങ്ങുമ്പോഴേക്കും ഇൻഫർമേഷൻ വേറെ വഴിക്ക് എനിക്ക് കിട്ടി. വേറെ വഴിക്കല്ലടാ, എനിക്ക് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്ത അതേ സൂപ്രണ്ടിൽ നിന്ന്, സീറോയിൽ നിന്ന് തുടങ്ങിയ അയാൾ ഇപ്പോൾ ഏത് പൊസിഷനിലാണെന്നോ അയാൾ അത്ര സമ്പാദിച്ചു കൂട്ടിയതിനും എന്റെ കയ്യിൽ തെളിവുകളുണ്ടാ. ജയബാല, എന്റെ ഒരു പഴയ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നീ വഴങ്ങിയാൽ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിനെ പിടിച്ച് ഞാൻ കാര്യം കാണും. അതുകൊണ്ട് നമുക്കൊരു കോംപ്രമൈസിലെത്താം. അനന്ത, എന്റെ വീട്ടിൽ വരുന്നവന് അവൻ എന്റെ എത്ര വലിയ ശത്രുവാണെങ്കിലും ശരി, ഇറങ്ങിപ്പോടാ പട്ടി എന്ന് ഞാൻ പറയാറില്ല. മറിച്ച് എന്റെ വീട്ടിലേക്ക് വരുന്നവൻ എന്റെ മനോനില മനസ്സിലാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാം. പ്രമോഷൻ അടക്കം നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം. ഇറങ്ങിപ്പോടാ. ഞാൻ പോകാം, പക്ഷേ നിന്നെ ഞാൻ കരയിപ്പിക്കും. കാണാം. വല്യേട്ടാ, അച്ഛന് ചെറിയൊരു തലകറക്കം. അച്ഛനെന്ത് പറ്റി? വല്യേട്ടൻ വന്നേ. അയ്യോ അച്ഛാ, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലെന്ന്. യെസ്, Your Inspector Jaipal. യെസ്, ഐ ആം. Your brother's name? സതീഷ്.
ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന യെസ്, എൻ്റെ അനുജൻ ഇവിടെയുണ്ടോ? ഉണ്ടല്ലോ, അദ്ദേഹം ആ റൂമിലുണ്ട്. എന്താണ് കാര്യം? മിസ്റ്റർ ജയ്പാൽ, എനിക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുകയോ? എന്തിന്? കാര്യമുണ്ട്. നിങ്ങൾ കാര്യം പറയൂ. സെർച്ച് കഴിഞ്ഞ ശേഷം പറയാം. ഇതാണ് സെർച്ച് വാറന്റ്. യെസ്, യു പ്രൊസീഡ്. യു സെർച്ച്. വല്യേട്ടാ, എന്താ ഇത്? എന്താണ് എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എന്താ? ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വാട്ട്? അറസ്റ്റ് ചെയ്യുകയോ? എന്തിന്? ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുറേയധികം പെറ്റണിൻ മോഷണം പോയിട്ടുണ്ട്. ഇയാളാണ് മോഷ്ടാവ്. ഇതാണ് തൊണ്ടിമുതൽ. സതീഷ്, നീ എന്താണത്? മിസ്റ്റർ ജയ്പാൽ, നിയമം നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളോട് സഹകരിക്കണം പ്ലീസ്. സ്വാതന്ത്ര്യ സമര സേനാനി രവി കൈമൾ, റാഫേൽ ചിറ്റിലപ്പള്ളി, ഇൻസ്പെക്ടർ ജയ്പാൽ, റോബൻ അരിമ്പൂർ, സതീഷ്, വർഗീസ് പ്ലാക്കൻ, അപ്പുണ്ണി നമ്പ്യാർ, ജയ്സൺ ജേക്കബ്, മുരളി, റാഫി കെ ആർ, അനന്തൻ മുതലാളി, ബിജു പാവർട്ടിക്കാരൻ, ഡ്രൈവർ പുഷ്കരൻ, ഷിൻഡോ ജോൺസൺ, പോലീസ് ഓഫീസർ ജിജോ നീലങ്കാവിൽ, പോലീസ് കോൺസ്റ്റബിൾസ് പ്രോവിൻ കെ വി ആൻഡ് ജോയി പാവർട്ടിക്കാരൻ, സിന്ധു, സിനി സന്തോഷ്. ശബ്ദ സംവിധാനം കണ്ണൻ അരിമ്പൂർ. ദീപസംവിധാനവും ദീപവിധാനവും സുരേഷ് കടലാശ്ശേരി. പാശ്ചാത്തല സംഗീതം പോളച്ചൻ. സംഗീത നിയന്ത്രണം ബിനീഷ് പോൾ. നാടകരചന CL ജോസ്. സംവിധാനം വർഗീസ് അച്ചിങ്ങാടൻ. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം തന്ന എറവ് കപ്പൽ പള്ളി ആത്മീയ കൂട്ടായ്മയ്ക്കും വികാരി ഫാദർ റോയ് ജോസഫ് വടക്കനും സഹവികാരി ഫാദർ ജിയോ വേലുക്കാരനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, ഇടവക അംഗങ്ങൾ, തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർക്കെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ നാടകം തുടരുന്നു.
വലിയ ആലോചനയാണല്ലോ. ഏയ് ഒന്നുമില്ല, പലതും ഓർത്തുപോയി, പ്രത്യേകിച്ച് അച്ഛനെ കുറിച്ച്. ആ, ജയപാൽ ഓഫീസിൽ പോയോ? പോയിട്ടില്ല, പോകാൻ ഒരുങ്ങുന്നു. മുരളി, ഞാൻ അങ്ങോട്ട് വരാതിരിക്കേ. ആ, നീ തന്ന തെളിവുകൾ 100% കറക്റ്റായി. ചില ഹിന്റുകൾ വെച്ച് അതിവിദഗ്ധമായി പരമരഹസ്യമായി ചോർത്തിയെടുത്തതാണ്. ആ പുതിയ ഫോറിൻ കാറ് അനന്തൻ്റെയാണ്. 10 കോടിയുടെ സ്വർണവും മയക്കുമരുന്നും ഞാൻ അതിൽ നിന്നാണ് കണ്ടെടുത്തത്. എൻ്റെ സർവീസിലെ ഏറ്റവും വലിയ വേട്ടയാണ്. ആ സൂപ്രണ്ട് ഇനിയും വല്ല പ്രശ്നമുണ്ടാക്കുമോ? പോകുന്നതിന് മുൻപ് ഞാൻ സബ് കളക്ടറുമായി സംസാരിച്ചിരുന്നു. എൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാ ഒത്താശകളും അദ്ദേഹം ചെയ്തു, സൂപ്രണ്ട് അറിയാതെ. ഇറ്റ്സ് എ റിയൽ ബ്ലെസ്സിങ്. ഇതിന്റെ സകല ക്രെഡിറ്റും മുരളിക്കുള്ളതാണ്. യു ഹാവ് വണ്ടർഫുൾ ജോബ് മാൻ. ഇതൊരു പ്രതികാരമാണ്. എന്നെ ട്രാപ്പിൽ വീഴ്ത്തിയവനെ വലിയൊരു ട്രാപ്പിൽ വീഴ്ത്താൻ ഞാനൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. എനിക്കറിയാം. കാറ് കസ്റ്റഡിയിലെടുത്തു, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. ഇനി അതിവിദഗ്ധമായി അനന്തനെ ട്രാപ്പിൽ വീഴ്ത്തണം. ഞാൻ വല വീശി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് ജോലി കിട്ടി. എവിടെയാണ്? ജയപാലിന്റെ അച്ഛൻ ഒരു മാത്യു സക്കീറയ്ക്ക് ലെറ്റർ തന്നിരുന്നല്ലോ. അറിയാം. നല്ല സ്കെയിലാണല്ലോ, കൊള്ളാലോ. ജോലി കിട്ടിയ വിവരം അച്ഛനോട് പറഞ്ഞപ്പോ സന്തോഷിക്കുകയല്ല ചെയ്തത്. ആ മുഖമൊന്ന് മങ്ങി. ഇതറിയാനും നന്ദി പറയാനും കൈമളിച്ചേട്ടനില്ലാതെ പോയല്ലോ എന്നതാണ് അച്ഛൻ്റെ ദുഃഖം. മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കൂട്ടുകാരനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത് കാണാം. ഇന്നലെ പെൻഷൻ വാങ്ങാൻ ഇറങ്ങിയപ്പോൾ പോലും കൈമളിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞ് നെടുവീർപ്പെടുന്നത് കണ്ടു. ജയ്പാൽ, ഇത് കിട്ടിയ വിവരത്തിനെ അക്നോളജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം പോയി ഒരു ലെറ്റർ അയക്കട്ടെ. മുരളി, നീ എന്നാണൊന്ന് ഫ്രീ ആവുക? എന്താ കാര്യം? ഒന്നുമില്ല, ഇന്നലത്തെ റെയ്ഡിനെ കുറിച്ച് കുറച്ചും കൂടി സംസാരിക്കാനുണ്ട്. നിനക്ക് എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാമോ? വരാം. അതെ, പുതിയ ACP നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരണം. വരും, തീർച്ചയായും. എങ്കിൽ ജയ്പാൽ വരട്ടെ. സിന്ധു. എന്താ വല്യേട്ടാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. നിന്റെ കുഞ്ഞേട്ടൻ 3 മാസത്തെ ജയിൽവാസം കഴിഞ്ഞ് വരുന്ന ദിവസമാണിന്ന്. എൻ്റെ മോൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് വല്യേട്ടാ. ഇവിടെ വരും, കയറ്റരുത്. എന്താ വല്യേട്ടാ ഈ പറയുന്നത്? അച്ഛന്റെ ഘാതകനാണ് അവൻ. അവൻ ഇവിടെ വരാൻ പാടില്ല. പിന്നെ കുഞ്ഞേട്ടൻ എങ്ങോട്ടെങ്കിലും പോയി തുലയട്ടടി. അങ്ങനെ പറയല്ലേ വല്യേട്ടാ. വാതിൽ തുറക്കാൻ പറയും, തുറന്നു കൊടുക്കരുത്. തുറക്കാൻ പറഞ്ഞാൽ വല്യേട്ടൻ പറയാതെ തുറക്കല്ലേ എന്ന് പറയണം. എന്താ പറഞ്ഞുകൂടെ? അല്ല, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? വല്യേട്ടൊന്ന് ലീവ് എടുക്കോ? എന്തിന്? എനിക്ക് വയ്യത് പറയാം. സിന്ധു, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി, അനുസരിച്ചാൽ മതി. ഞാൻ പോവുകയാണ്. ആ വാതിൽ കുറ്റിയിട്ടേക്ക്. കേട്ടല്ലോ? വല്യേട്ടനാണ് പറയുന്നത്. സിന്ധു, സിന്ധു, വാതിൽ തുറക്കു. സിന്ധു, നിന്റെ കുഞ്ഞേട്ടനെ വിളിക്കുന്നത്. വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ പറഞ്ഞാൽ വല്യേട്ടൻ പറയാതെ തുറക്കില്ലെന്ന് പറയണം. കേട്ടല്ലോ? സിന്ധു, ഇത് കുഞ്ഞേട്ടനാ. വാതിൽ തുറക്ക്. സിന്ധു. കുഞ്ഞേട്ടാ, എത്ര വിളി ഞാൻ വിളിച്ചു, കേട്ടില്ല. അടുക്കളയിലായിരുന്നു. എനിക്ക് തോന്നി കേട്ട് കാണില്ലെന്ന്. ചേട്ടൻ പോയോ? പോയി. എന്നോട് വെറുപ്പായിരിക്കുമല്ലേ? പരാതിയൊന്നുമില്ല, വെറുക്കപ്പെടേണ്ടവൻ തന്നെയല്ലേ ഞാൻ.
അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ അതായിരുന്നു. സിന്ധുവിന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ സിന്ധു? ഞാൻ ഇന്ന് വരുമെന്ന് നിനക്ക് അറിയാമായിരുന്നോ? എന്താ സിന്ധു, എന്താ നീ ഭയപ്പെടുന്നത് പോലെ? നിനക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? എന്ത് പറയാൻ? പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ? ഓ, ഞാൻ അത് ഓർത്തില്ല. എന്താ നിന്റെ വിശേഷം? ചെറുക്കൻ എന്തു പറയുന്നു? അദ്ദേഹത്തോട് നീ എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞോ? എന്നിട്ട് അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു? ആളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതിൽ ഫോട്ടോയുണ്ട്. ഭർത്താവിൻ്റെ അല്ല, കുഞ്ഞേട്ടൻ്റെ. അറസ്റ്റ് കഴിഞ്ഞ് പിറ്റേന്നിറങ്ങിയ പത്രം. എത്ര പ്രാധാന്യത്തോടെയാണ് അവർ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഈ വാർത്ത ആ വീട്ടുകാരും വായിച്ചു കാണും. അവർ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചു. സിന്ധു, ഇതിൽ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോയുമുണ്ട്. കണ്ടോ അച്ഛൻ്റെ മരണവാർത്ത? സ്വാതന്ത്ര്യ സമര സേനാനിയും ധീരദേശാഭിമാനിയുമായിരുന്ന അച്ഛൻ്റെ മരണവാർത്ത അതന്ന് തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. അച്ഛൻ എനിക്ക് മാപ്പ് തരില്ല. അച്ഛൻ്റെ ആത്മാവ് എന്നെ ശപിക്കുന്നുണ്ടാവും. കുഞ്ഞേട്ടാ, അയ്യോ, ഇതാ വല്യേട്ടൻ വരുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഇനി ഇവിടെ എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? എന്താ സിന്ധു? കുഞ്ഞേട്ടൻ ഇവിടെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടാ വല്യേട്ടൻ പോയത്. ആരാടി ആരാടി ഇവനിവിടെ കഴിച്ചത്? എടി ആരാണെന്ന് കിടക്കുകയായിരുന്നു, ഞാൻ കയറി വന്നതാ. നിന്നോട് ചോദിച്ചില്ല, എങ്കിലും പറഞ്ഞല്ലേ ഉള്ളൂ. ആണോടി? ഇവൻ പറഞ്ഞത് സത്യമാണോടി? എടി ആണോന്ന്? ചേട്ടൻ വേണമെങ്കിൽ എന്നെ തല്ലിക്കോളൂ, അതൊരു പാവമാണ്. നിന്നെ തല്ലാനല്ലടാ, നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളാനാ തീരുമാനം. ഇറങ്ങടാ, ഇറങ്ങടാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. തോന്നിയ സ്ഥലത്തേക്ക് നടന്നുള്ള ശീലമില്ല നിനക്ക്. അച്ഛനെ കൊന്ന ഘാതകന് ഈ വീട്ടിൽ സ്ഥാനമില്ലടാ. വല്യേട്ടാ, കുഞ്ഞേട്ട എങ്ങോട്ട് പോവാ? എങ്ങോട്ടെങ്കിലും പോട്ടെ, എങ്ങോട്ടെങ്കിലും പോയി തുലയട്ടടി. കുഞ്ഞേട്ട ഇവിടുന്ന് പോയാ നശിച്ചു പോവും വല്യേട്ടാ. അത് അവന് തോന്നണ്ടേ? നമുക്ക് തോന്നിയാൽ മതിയോ? അവന് തോന്നണ്ടേ? വേദനകൾ വിഴുങ്ങി നീറുന്ന മനസ്സുമായി കുറ്റബോധത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഞാനൊരു തടസ്സമാവില്ല. സിന്ധു, നീ അവനെത്തിരി വെള്ളം എടുത്ത് കൊടുക്കും. ചെല്ല്. വേണ്ട സതീഷ, നീ അതിര് കടക്കുന്നു. നീ ഞാനിനി പറയുന്നത് കേട്ട് നിൽക്കണ്ട. നിനക്ക് ഇറങ്ങി പോവുകയാണ് നല്ലത്. നീ ഇറങ്ങി പൊക്കോ, അല്ലെങ്കിൽ ഞാൻ വല്ല ക്രൂരകൃത്യം ചെയ്യും. ഇത്ര രൂക്ഷത ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരി, നിങ്ങൾ ആർക്കും ഞാനൊരു ബാധ്യതയാവില്ല. കുഞ്ഞേട്ടാ, വല്യേട്ടാ, എല്ലാം കഴിഞ്ഞു പോയില്ലേ? സാരല്ലേ വല്യേട്ടാ? സാരമില്ലെന്നോ? എടി, നമ്മുടെ അച്ഛനെ കൊന്നതാരാ? നിന്റെ കല്യാണം മുടങ്ങിയത് എങ്ങനെയാ? എന്റെ സ്റ്റാറ്റസിന് കളങ്കം വരുത്തിയതാരാ? എടി, അങ്ങനെയുള്ള ഒരുത്തനെ ഞാൻ പൂമാലയിട്ട് സ്വീകരിക്കണോ? എനിക്ക് മനസ്സില്ലടി. കുഞ്ഞേട്ടാ, എങ്ങോട്ടാ പോകുന്നേ? പല വഴികളിലൂടെ സഞ്ചരിച്ച് ശീലമില്ലേ? വഴികൾ ഉണ്ടാവും. ഞാനായിട്ട് നിന്റെ വിവാഹം മുടങ്ങി. ഇനി ഞാനില്ലെങ്കിലും എത്രയും വേഗം നിന്റെ വിവാഹം നടക്കട്ടെ മോളെ. നീ വിഷമിക്കണ്ട.
പക്ഷേ സമ്മാനം തരാനായിട്ട് ഈ കുഞ്ഞേട്ടൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ മോളെ. കുറെ വേദനകളും ദുഃഖസ്മരണകളും മാത്രം. അവ എനിക്ക് വേണ്ട ഇനി. അവയല്ലേ എനിക്ക് ഇനി ഒരു കൂട്ട്. എനിക്ക് നന്മയെ വരൂ, നല്ലതേ വരൂ മോളെ. പോകുന്നു ചേട്ടാ. ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. ഞാൻ പോയാൽ ചേട്ടന് മനസ്സമാധാനവും സ്വസ്ഥതയും ലഭിക്കുമെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പോകട്ടെ ചേട്ടാ, യാത്രയില്ല. പക്ഷേ ഇറങ്ങുന്നതിന് മുൻപ് എന്റെ ചേട്ടൻ ക്ഷമിച്ചു എന്നൊരു വാക്കെന്നോട് പറയണം. പ്ലീസ് പറയണം. എനിക്ക് മാപ്പ് തരൂ. എന്റെ വേദന, എന്റെ ദുഃഖം. അച്ഛന് നിന്നെ കുറിച്ച് എന്ത് സ്വപ്നങ്ങളായിരുന്നടാ. എന്റെ മോൻ പഠിച്ച് മിടുക്കനായി ഡോക്ടറാവും. എന്റെ മോൻ എഴുതി തരുന്ന മരുന്നുകൾ കൊണ്ട് എന്റെ രോഗം ഭേദമാവും. അച്ഛൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരുന്നതാ. പാവം നമ്മുടെ അച്ഛൻ. ഓട്ടടാ. എന്താണ് നിനക്ക്? നീ ഇങ്ങനെയാമോ? കാരണം എന്താണ്? നിനക്ക് വല്ല പ്രേമനൈരാശ്യമോ? ഇല്ല ചേട്ടാ, ഇല്ല. പിന്നെ ചില പുതിയ കൂട്ടുകാർ, അവരുടെ കടുത്ത പ്രേരണ, ഞാനതിന് വഴങ്ങിപ്പോയി. അതെന്നെ ഇങ്ങനെ തകർത്ത് കളയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് വയ്യ ചേട്ടാ, വയ്യ. ഇനി ഒരിക്കലും ഇതില്ല. 3 മാസം ജയിലിൽ കിടന്നതോടെ, അത് ലഭിക്കാതായതോടെ അതിനുള്ള എൻ്റെ ആസക്തി കുറഞ്ഞു. മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ ഈശ്വരൻ എനിക്ക് തന്ന വഴിയായിരുന്നു ആ ജയിൽവാസം. സതീഷ, നോക്ക്, വിഷമിക്കല്ലടാ. നീ തെറ്റ് മനസ്സിലാക്കി. പിന്നെന്താടാ, വലിയേട്ടനുണ്ടോടാ. സിന്ധു, ആ ബാഗ് എടുത്ത് അകത്ത് കൊണ്ടുവന്നേ. കരയാതടാ, വാ. സാർ, സാർ. എന്താ വന്നത്? സാർ, ഒരു കാര്യം. വീണ്ടും കറൻസിയുമായി വന്നതാണ്? അല്ല സാർ, അന്ന് കാർ കസ്റ്റഡിയിലെടുത്തപ്പോ നീയും നിന്റെ മുതലാളിയും അതിലുണ്ടാവുമെന്ന് കരുതി. പക്ഷേ ജസ്റ്റ് മിസ്. പേടിക്കണ്ട, രണ്ടിനും ഞാൻ ഉടനടി പൊക്കുന്നുണ്ട്, കേട്ടോടാ. സാർ, ഞാനിപ്പോൾ പഴയ പുഷ്കരനുമൊന്നുമല്ല. മുതലാളിയുമായി ഞാൻ തെറ്റിപ്പിരിഞ്ഞു. കാരണം പറയാം സാർ. 2 ദിവസം മുമ്പ് ലോഞ്ചിൽ വന്ന സ്വർണവും മയക്കമരുന്നും കണ്ണൂരിൽ എത്തിച്ചത് ഈ ഞാനാ. ഞാൻ ഇവിടുന്ന് പോവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഗർഭിണിയായ എൻ്റെ ഭാര്യയ്ക്ക് സൂക്കേട് കൂടുതലാണെന്നും ആശുപത്രിയിലാക്കിയെന്നും മുതലാളി അറിയിച്ചു അത്രേ. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞില്ല. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഗർഭിണിയായ എൻ്റെ ഭാര്യ മരിച്ച് നേരത്തോട് നേരം കഴിഞ്ഞിട്ടു സാർ. അവസാന നേരത്ത്
അവളെ ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ എനിക്ക് സാധിച്ചില്ല സാർ. നിറവയറോടെയാണ് എന്റെ ലക്ഷ്മി പോയത്. അയ്യോ, പുഷ്കര, ഇതെല്ലാം പറയാനാണ് നീ ഇങ്ങോട്ട് വന്നത്? അല്ല സാർ, മറ്റൊരു സത്യം പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്ത് സത്യം? ഈ നിൽക്കുന്നത് സാറിന്റെ അടിയനല്ലേ? അതെ. ഇയാൾ ലഹരി ഉപയോഗിക്കുന്നവരല്ലേ? നിനക്കത് അറിയേണ്ട കാര്യമുണ്ട്. പറയാം സാർ. സാറിന്റെ അടിയൻ മയക്കുമരുന്നിനെ അടിമയായതല്ല, പിന്നെ അടിമയാക്കിയതാണ്. കരുതി കൂട്ടി അടിമയാക്കുകയോ? അതെ, സാറിനോടുള്ള പ്രതികാരം ചെയ്യാൻ അനന്തൻ മുതലാളിയാണ് നിശ്ചിതത്. ഇയാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു ചേട്ടാ. അന്ന് ഒരു പരിചയമില്ലാത്ത ചിലർ എൻ്റെ ഫ്രണ്ട്സായി ചമഞ്ഞ് എന്നെ നിർബന്ധിച്ചും ബലം പ്രയോഗിച്ചുമാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചത്. അങ്ങനെ കുറെ ദിവസങ്ങൾ, പിന്നീട് അത് ശീലമായി. പിന്നീട് എപ്പോഴോ ഞാൻ പെത്തടലിലേക്ക് തിരിഞ്ഞു. പുഷ്കര, ഈ കേട്ടത് ശരിയാണോ? സത്യമാണ് സാർ. ദ്രോഹി സാർ, അപരാധബോധം കൊണ്ടാണ് സാർ ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇയാളെ വിടൂ ചേട്ടാ. ചേട്ടനോടുള്ള പ്രതികാരം ചെയ്യാൻ എന്നെ കരുവാക്കിക്കൊണ്ട് ഈ കൊടും ചതി ചെയ്ത ആ അനന്തനെയാണ്. അതെ സതീഷ, അവനെ കൊല്ലണം. നമ്മുടെ കുടുംബം തകർത്താം. അവനെ ഞാനൊന്ന് കൊല്ലുന്നുണ്ട്. അവനെ കൊല്ലേണ്ടത് മറ്റാരുമല്ല, ഈ ഞാനാണ്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അനന്തനെ, ആ പരമദ്രോഹിയെ കൊന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.